ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗം നമ്മൾ ന്യായീകരിക്കരുത്. വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് വിമർശന സ്വാതന്ത്ര്യമില്ലേ? വേണമെങ്കിൽ ഇപ്പോൾ എന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ ആയിക്കൂടാ. ഉമ്മൻചാണ്ടി സാർ എന്ന മുഖ്യമന്ത്രിക്കോ, നടനായ നിവിൻ പോളിക്കോ, എൽദോസ് കുന്നപ്പള്ളി എന്ന MLA-ക്കോ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഗതി ഒന്ന് ആലോചിച്ചു. ഹാഫ് സാരി ഒക്കെ എടുത്ത് കേരള കസവ് സാരി എടുത്ത് ആരെങ്കിലും പബ്ബിൽ പോകുന്ന കണ്ടിട്ടുണ്ടോ? കള്ളം പറയുവാണ്. അതായത് അയ്യപ്പന് നിരക്കാത്ത കള്ളം പറയുവാണ്. മാർക്കോ സിനിമ ഇറങ്ങിയത് വളരെ നന്നായി. മാർക്കോ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ണി മൂന്നരാണ് നായകൻ. പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. നാളെ എന്റെയും നിങ്ങളുടെയും നമ്മുടെ വരാൻ പോകുന്ന ആണുങ്ങളുടെ വലിയൊരു തലമുറയുടെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹം. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാഹുൽ ഈശ്വരാണ്. നമസ്കാരം. നമസ്കാരം അനുഷജി. ചാനൽ ചർച്ചകളുടെ ഒരു പ്രധാന മുഖമാണ് താങ്കൾ ഇപ്പോൾ. മാത്രമല്ല നമുക്ക് ആദ്യം ഇപ്പോൾ ഏതൊരു ചാനൽ ചർച്ചയാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വരുന്ന പല മീമുകളാണെങ്കിലും ഒരു ടോക്കുണ്ട് 30 സെക്കൻഡ് തരൂ എന്ന് പറയുന്ന ഒരു കാര്യം. ആക്ച്വലി ഈ ഒരു 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കാര്യങ്ങൾ പറ്റുമോ? ഞാനൊരു രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ സ്റ്റോപ്പ് വാച്ച് വെച്ചാണ് സംസാരിക്കാറുള്ളത്. പ്രസംഗത്തിന് പോകുമ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് 18 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഭിലാഷിനോട് സംസാരിക്കുമ്പോൾ ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം പറഞ്ഞതാണ് 30 സെക്കൻഡ്. അത് വളരെ ട്രെൻഡായി. ചിലപ്പോൾ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 40 സെക്കൻഡോ 40 സെക്കൻഡോ ഒക്കെ എടുക്കും. പക്ഷേ ഒരു പഞ്ചിന് വേണ്ടിയാണ് 30 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 30 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തരും. പക്ഷേ 30 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ എന്തായാലും ഒതുക്കും. പക്ഷേ 30 സെക്കൻഡിനുള്ളിൽ കഴിയുന്നത്ര കാര്യങ്ങൾ പറയുകയും ഒരുപാട് പരത്തി പറയുന്നതാണ് നമ്മുടെ പ്രശ്നം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ആരെയും കുറ്റം പറയാനല്ല, പ്രസംഗമൊക്കെ 1.5-2.5 മണിക്കൂറൊക്കെ പോവും. ആ കാലമൊക്കെ പോയി. ഇത് ടെഡ് ടോക്സിൻ്റെ കാലമാണ്. ടെഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ 18 മിനിറ്റാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഴയ പോലെ 1.5 മണിക്കൂർ പ്രസംഗിക്കാനോ 2.5 മണിക്കൂർ പ്രസംഗിക്കാനോ ഒന്നും ആർക്കും ഇതുണ്ടാവില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി എരുമേലി പള്ളിയിൽ പോയി. അയ്യപ്പൻ്റെയും ബാബറുടെയും സൗഹൃദമാണ് എരുമേലി പള്ളി സെലിബ്രേറ്റ് ചെയ്തത്. സാർ, മുഖ്യ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി നിങ്ങളൊരു 1 മണിക്കൂർ പ്രസംഗമൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞു. നമ്മൾ സാറേ, എനിക്ക് തന്നെ 1 മണിക്കൂർ കേട്ടാൽ ബോറടിക്കും. ഞാൻ 18 പടികളുള്ളതുപോലെ 18 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് 12 മിനിറ്റ് സംസാരിക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങാറുള്ളത്. ആ പാറ്റേണിലേക്ക് നമ്മുടെ ഇന്ന് റീലുകളുടെ കാലമാണ്. ഞാൻ സാംസ്കാരിക മൂല്യങ്ങളും സനാതനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ മൂല്യങ്ങൾ സനാതനമാണ്. പക്ഷേ നമ്മളുടെ യുവാക്കളോടും യുവതികളോടും നമ്മൾ കൺവേ ചെയ്യുന്ന രീതി മോഡേൺ ആകണം. ഈ റീലുകളുടെയും ഷോർട്ടുകളുടെയും കാലത്ത് 1.5 മണിക്കൂർ പ്രഭാഷണം ആരും കേട്ടോണ്ടിരിക്കാൻ പോകുന്നില്ല. സോ 30 സെക്കൻഡ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ 1 മിനിറ്റ് ഷോർട്ടാണ്. ഞാൻ അവരെക്കാട്ടി അഡ്വാൻസ്ഡ് ആണ്. ഞാൻ 30 സെക്കൻഡ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഒരുപാട് ചർച്ചകളിലേക്ക് എത്തുമ്പോൾ, പ്രമുഖ നടി നൽകിയ പരാതിയിലേക്കൊക്കെ എത്തുമ്പോൾ, അവിടെ രാഹുൽ ഈശ്വറിന്റെ വാദത്തോട് ഒരു വിഭാഗം ഇപ്പോൾ എതിർത്താണ് നിൽക്കുന്നത്. സോ എന്താണ് ആക്ച്വലി താങ്കളുടെ ആ ഒരു വിഷയത്തിലുള്ള അഭിപ്രായം? ആദ്യം തന്നെ ആ കലാകാരിയെ, അഭിനേത്രിയെ ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആദരവാണ്. അത് ചുമ്മാ പറയുന്നതുമല്ല. അപ്പം ചില ആൾക്കാർ വിചാരിക്കും, എന്നാൽ ഇവനൊന്ന് ബാലൻസ് ചെയ്തിട്ട് അവളെ കൊട്ടാൻ വേണ്ടി നോക്കുകയാണോ? അങ്ങനെയല്ല. ഈ വ്യക്തിയുടെ ആദ്യ സിനിമയിൽ ഈ വ്യക്തിയുടെ വില്ലനായി അഭിനയിച്ചത് എൻ്റെ അടുത്ത സുഹൃത്തായ നാഷ് ഖാനാണ്. അപ്പോൾ അന്നു മുതലേ ഈ വ്യക്തിയെക്കുറിച്ചും ഈ വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചാനൽ ചർച്ചയുടെ ഭാഗമായി ബോച്ചെ ഈ വിവാദം വന്നപ്പോൾ, ബോച്ചെ ജയിലിൽ പോയപ്പോൾ 1-2 മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഞാൻ ബോച്ചെ തെറ്റാണെന്നും ബോച്ചെ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും പറഞ്ഞു. അതിനോടൊപ്പം ഈ വ്യക്തിയെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഈ ചാനലിൻ്റെ പോളിസി പ്രകാരം ആ വ്യക്തിയുടെ പേര് പറയാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ അഭിനേത്രിയുടെ പേര് പറയാത്തത്. അപ്പോൾ അവർ തെലുങ്കിലൊക്കെ സൂപ്പർ സ്റ്റാറുകളുടെ നായികയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ ചില ആൾക്കാർ കോടതി കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു, അവരെത്ര വലിയ കലാകാരിയൊന്നുമല്ല. അങ്ങനെ അതൊക്കെ തെറ്റാണ്. ആ കലയെ ബഹുമാനിക്കണം. 10-18 വർഷമായി സിനിമാ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അവരെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുമ്പോൾ ചില വസ്ത്രധാരണങ്ങളിലും വസ്ത്രം ധരിക്കുന്ന രീതിയിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് മാത്രമാണ് എൻ്റെ വാദഗതി. ഈ മോഡറേറ്റ് വാദഗതിയാണ് കേരളത്തിലെ ആൾക്കാർ ഏറ്റെടുത്തത്. ഞാൻ ആദ്യമേ പറയുണ്ടായി, ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് പ്രയോഗം പറയരുത്, ന്യായീകരണം പാടില്ല, തെറ്റിനെ തെറ്റായി നമുക്ക് കണ്ടുകൂടെ. എനിക്ക് ബോച്ച ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ബോച്ചയുടെ വേൾഡ് റെക്കോർഡ് പരിപാടി ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. എനിക്ക് ബോച്ച ഇഷ്ടമാണ്. ബോച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 14 ലക്ഷം ആൾക്കാരെ രക്തദാനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും കൊണ്ട് ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗം നമ്മൾ ന്യായീകരിക്കരുത്. അതേപോലെ ഈ ദ്വയാർത്ഥ പ്രയോഗം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കേരളത്തിലെ 10,000-കണക്കിന് നന്മ ചെയ്തൊരു മനുഷ്യൻ്റെ ഒരു നന്മയും കാണുന്നുണ്ട്. ഇയാളും ഭയങ്കര വൃത്തികെട്ടവനാണ് എന്ന് പറയുന്നതിന് അർത്ഥമല്ല. ഞാൻ കണ്ടിട്ടുള്ളതല്ല. ഞാൻ ഗാന്ധിയെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആലങ്കാരികമായി
പറയാറുണ്ട്, ഞാൻ മഹാത്മാഗാന്ധിയെ കയ്യിലും മനസ്സിലും പച്ച കുത്തിയിരിക്കുന്നവനാണ്. അതായത് പച്ച കുത്താൻ ചെന്ന ആളെന്നോട് പറഞ്ഞു അവരുടേതായ കൂട്ടായ്മയുണ്ട്, ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും മഹാത്മാഗാന്ധിയെ കൈ പച്ച കുത്തുന്നത്. ഒരു മധ്യവർത്തി നിലപാട്, സെൻട്രിസ്റ്റ് പൊസിഷൻ, മിഡിൽ പൊസിഷൻ എന്നൊക്കെ പറയും. അതായത് റൈറ്റുമുണ്ട്, ലെഫ്റ്റുമുണ്ട്, സെൻറ്ററുമുണ്ട്. ഞാൻ റൈറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സെൻട്രിസ്റ്റാണ്. ഞാനൊരു വലതുപക്ഷക്കാരനാണ്, റൈറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മധ്യവർത്തി നയമുള്ള ആളാണ്. എനിക്ക് അവരോട് ഏറ്റവും ബഹുമാനമാണ്. പക്ഷേ അവർ കൂടി ഈ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ, സോഷ്യൽ ഓഡിറ്റ് നടക്കുമ്പോൾ, അവർക്കെതിരെ വിമർശനം വരുമ്പോൾ അത് ഉൾക്കൊള്ളണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഇപ്പം നടി നൽകിയ പരാതി, ആ പരാതിയിൽ നിന്നും പോലീസ് കേസെടുക്കുകയും ആളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവിടേക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഒരു എൻട്രി വരുമ്പോൾ അവിടെ നമ്മൾ അതുവരെ കണ്ട അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച, നമ്മൾ ചർച്ച ചെയ്ത വിഷയം കംപ്ലീറ്റ് മാറുകയാണ്. പിന്നെ അവിടെ ചർച്ചയാകുന്നത് നടിയുടെ വസ്ത്രധാരണം, അത്തരം രീതിയിലേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, സമൂഹത്തിന് മുമ്പിലേക്ക് ഈ രീതിയിലേക്ക് ആ വിഷയത്തെ മാറ്റിമറിക്കുമ്പോൾ അത് എങ്ങനെയാണ്? അതൊരു ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ലേ? അതായത് പലരും, അതായത് നമ്മുടെ ലിബറൽ ലെഫ്റ്റ് എന്നൊക്കെ പറയുമല്ലോ, ലിബറൽസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബോച്ചയുടെ പിഴവ് മാത്രമാണ്. ഞങ്ങളുടെ ഇടയിൽ ഈ തീവ്ര വലതുപക്ഷക്കാരുണ്ട്, കുറച്ച് സ്ത്രീവിരുദ്ധരൊക്കെയാണ് അവർ. ഈ തീവ്ര വലതുപക്ഷക്കാർ ഇവരുടെ ഡ്രസ്സിങ് മാത്രമേ ചർച്ച ചെയ്യൂ, ബോച്ചയുടെ തെറ്റ് ചർച്ച ചെയ്യൂല. ഇത് രണ്ടും ഒരുമിച്ചുള്ള വിഷയമല്ലേ? അതായത് ആ പെൺകുട്ടിയുടെ ഒരു വസ്ത്രധാരണത്തെക്കുറിച്ച് സമൂഹത്തിൽ വ്യാപകമായി നിൽക്കുന്ന ഒരു കമന്റിനെ ബോച്ചെ കയ്യടിക്ക് വേണ്ടി ദ്വയാർത്ഥ പ്രയോഗത്തോട് ഉപയോഗിച്ചു. ഇതല്ലേ സത്യം? അതായത് ഈ പെൺകുട്ടിയെക്കുറിച്ച് സമാനമായി, പെൺകുട്ടിയുടെ പേര് പറയാതെ തന്നെ ട്രിവാൻഡ്രം ലോഡ്ജിലും നമ്മുടെ ലാലേട്ടൻ്റെ മോൺസ്റ്ററിലും ഒക്കെ ഉള്ള ഒരു കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കമൻറ്റുകളാണ്, അപ്പം ഇല്ലെന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഈ കമൻറ്റുകളെ സെക്ഷുവലി കളേർഡ് റിമാർക്കായി ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി മഹാഭാരതത്തിലൊരു കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഉപയോഗിച്ചു. പുള്ളി ഉപയോഗിച്ചതിൻ്റെ താല്പര്യം എന്താ? കേട്ട് നിൽക്കുന്നവർക്കൊന്ന് കൈയടിക്കാൻ തോന്നണം, കേട്ട് നിൽക്കുന്ന പിള്ളേരോ എന്നൊക്കെ ഒന്ന് പറയണം. അതായത് ഹണി റോസിനെ ചെറുതായിട്ടൊന്ന് തമാശയ്ക്ക് പോയി. ഇതിൻ്റെ പിന്നിലൊക്കെ കുറച്ചൊരു മെയിൽ ഷോവനിസം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ സ്ത്രീയുടെ വസ്ത്രധാരണം ഇതും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. അതിനർത്ഥം ഈ പെൺകുട്ടിയെ മോശമായി പറയുന്നു എന്നല്ല. ഇപ്പോൾ ഉദാഹരണം ഒരാളെ കൂടെ, വേറൊരു അഭിനേത്രി, വേറൊരു കലാകാരി എറണാകുളത്തെ ഒരു കോളേജിൽ ഇനോഗ്രേഷന് പോയി 2 മാസം മുമ്പ്. ആരാണെന്ന് ഒരു പക്ഷേ അനുഷാജി നോക്കി അറിയാൻ പറ്റും. അവർ സെൻറ്റ് ആൽബർട്ട്സിലാണെന്ന് തോന്നുന്നു. പോയിട്ട് വളരെ മിനി സ്കേർട്ടും വളരെ എക്സ്ട്രീംലി ലോ ഒരു നെക്ക് ലൈനും ഇട്ടുകൊണ്ട് പോയി. അതൊരു പബ്ബിലിടേണ്ട, നൈറ്റ് ക്ലബ്ബിൽ ഇടേണ്ട ഡ്രസ്സാണ്. അങ്ങനെ ഇട്ട് ആരും വിമർശിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നൈറ്റ് ക്ലബ്ബിൽ ഇരുന്ന ഡ്രസ്സ്, പബ്ബിൽ ഇരുന്ന ഡ്രസ്സ് എടുത്ത് പള്ളിക്കൂടത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം. ആ പ്രത്യേക അഭിനേത്രി ഈ പബ്ബിലിടുന്ന വളരെ ലോ നെക്ലൈനും വളരെ റിവീലിങ്ങുമായ മിനി സ്കർട്ട് ഇട്ട് വരികയും സ്റ്റേജിൽ കയറുകയൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ അവിടുത്തെ ആൺകുട്ടികൾ ക്യാമറയും വീഡിയോ എടുക്കും, ചില ശരീരഭാഗങ്ങളെ കുറിച്ച് തമാശ പറയും, അത് പറയും, ഇത് പറയും, കമ്പയർ ചെയ്യും. അവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് അൺകംഫർട്ടബിൾ ആവും, ബാക്കിയുള്ളവർക്ക് പ്രശ്നമാവും, തർക്കമാകും. പോയി കഴിയുമ്പം ചർച്ച മുഴുവൻ ഇതിലേക്ക് വരും. അപ്പോൾ ഇത് ശരിയല്ലാത്തൊരു കാര്യമാണ്. ഇത് തന്നെയാണ് ബോച്ചെ പറഞ്ഞതിലും. ബോച്ചെ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ആ പ്രയോഗവും ശരിയല്ല. ആ പ്രയോഗം നാളെ കോളേജിലെ പിള്ളേർ കൂടുള്ള പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങളെ പരാമർശിക്കാൻ ഇതേപോലെ മഹാഭാരതത്തിലെ മറ്റും ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിച്ച് മോശം പറയും. അതായത് നാളെ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണ്, കുറച്ച് ആ കുട്ടി വളരെ ഹെൽത്തി ആയിട്ടൊരു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയണേ, ഒട്ടും സ്ലിം അല്ലാത്തൊരു പെൺകുട്ടി പോയിന്നിരിക്കട്ടെ, പെട്ടെന്ന് മറ്റേ ദേവിയുടെ പേര് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. ഇത് ആ പെൺകുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ കൊണ്ടല്ലേ നമ്മൾ എതിരെ പറയുന്നത്. ആ അഭിനേത്രിയെ മാത്രം പറഞ്ഞുകൊണ്ടല്ലോ. അതിന് സമൂഹത്തിലൊരു നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാവും. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടാവും. അത് അത്തരം നെഗറ്റീവ് കോൺസിക്വൻസുകൾ തടയാൻ ബോച്ചയുടെ സംസാരത്തിൽ മാന്യത വേണം, നമ്മുടെ അഭിനേത്രിമാരുടെ വസ്ത്രത്തിലും മാന്യത വേണം. ഇതാണ് മുമ്പോട്ട് വെച്ച ആശയം. ഈ മാന്യത എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കാണെങ്കിലും വസ്ത്രധാരണത്തിൽ അങ്ങനെ മാന്യമായ വസ്ത്രം അല്ലെങ്കിൽ മാന്യമല്ലാത്ത വസ്ത്രം എന്നൊരു വസ്ത്രധാരണ എന്ന രീതി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ. വളരെ പ്രസക്തമായ ചോദ്യമാണ് അനുഷാജി ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. ആർട്ടിക്കിൾ 19 ഇന്ത്യയിലെ നമ്മുടെ സംസാര സ്വാതന്ത്ര്യമൊക്കെ ഉറപ്പുവരുത്തുന്നത് ഭരണഘടനയിലുള്ള ആർട്ടിക്കിൾ 19 ആണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 19(2) ഭാഗമായി ഇതിന് റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു പരിധി, ലക്ഷ്മണ രേഖയൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ട്. അത് 19(2) ഭാഗമായി ഡീസൻസി എന്നൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഏതുപോലെ രാഹുൽ ഈശ്വർ നാളെ ഒരു കോളേജ്, പെൺകുട്ടികളുടെ കോളേജിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക മോശമായിട്ടൊരു വസ്ത്രമോ അല്ലെങ്കിൽ റിവീലിംഗ് ആയ ഡ്രസ്സോ എൻ്റെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ പ്രദർശിക്കുന്ന വസ്ത്രമോ ഇട്ട് പോവുകയാണെങ്കിൽ ഒരു അമാന്യതയുണ്ട്. കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ജൈന സന്യാസിമാർ ദിഗംബരന്മാരാണ്. അതായത് അവർ ശരീരത്തിൽ വസ്ത്രം ഉപയോഗിക്കാതെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഈ
ഈ ബാഹുബലി പ്രതിമയൊക്കെ ഉള്ളത് നമ്മുടെ കർണാടകത്തിലെ ശ്രാവണ ബലഗോളയിലൊക്കെ ഉള്ളത്. ഇപ്പോഴും അവർ ആത്മീയ പാതയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരാൾ സ്കൂളിലോ കോളേജിലോ വന്നാൽ നമ്മൾ അൺകംഫർട്ടബിൾ ആകില്ലേ? നമ്മുടെ കോളേജിലോ നമ്മുടെ സ്കൂളിലോ അങ്ങനെ ഒരാളെ ഗസ്റ്റായിട്ട് വിളിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കലാകാരി, കോളേജിൽ പോയ കലാകാരിയുണ്ട്. ഞാനിത് ആരെയും ഇതായിട്ടല്ല, ഷാർപ്പായിട്ടൊരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമം, ടൈംസ് ഓഫ് ഇന്ത്യ മലയാളം പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടോ മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായിട്ടോ അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നൊരു ആങ്കറിനെയോ ന്യൂസ് ജേർണലിസ്റ്റിനെയോ എടുത്തു. ഡ്രസ് കോഡുകളില്ലേ? അതായത് ആ ഡ്രസ്സ് എന്ത് വേണമെങ്കിൽ ഏത് കളർ ഇടണമെന്നൊന്നും ആരും പറയില്ല. ബ്രോഡ്ലി ഡ്രസ് കോഡുകളുണ്ട്. എനിക്ക് പരിശുദ്ധ വത്തിക്കാനിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാനിൽ ആ പ്രത്യേക അഭിനേത്രി എന്നെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി അമ്പലങ്ങളിൽ ഞാൻ ഡ്രസ് കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലങ്ങളിൽ ഡ്രസ് കോഡുണ്ട്, പള്ളികളിൽ ഡ്രസ് കോഡുണ്ട്, സാക്ഷാൽ വത്തിക്കാനിൽ ഡ്രസ് കോഡുണ്ട്. എനിക്ക് വത്തിക്കാനിൽ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതായത് മുട്ടിന് താഴെ ഡ്രസ്സ് ധരിക്കണം, സ്ലീവ്ലെസ് ധരിക്കാൻ പാടില്ല, അമിതമായി റിവീൽ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറയുന്നത് സമൂഹത്തിൽ ചില മാന്യതയും മര്യാദയും ഉള്ളത് കൊണ്ടാണ്. അത് ശ്രദ്ധിക്കണമെന്നുള്ള വളരെ ലിമിറ്റഡ് പോയിന്റാണ് മുമ്പോട്ട് വെച്ചത്. പെട്ടെന്ന് മനസ്സിലാകുന്ന മലയാള ഭാഷയെ പറഞ്ഞാൽ, പള്ളിയിലിടുന്ന ഡ്രസ്സ് പബ്ബിലും, പബ്ബിലിടുന്ന ഡ്രസ്സ് പള്ളിയിലും ഇടാൻ പാടില്ല. അല്ലെങ്കിൽ പബ്ബിലിടുന്ന ഡ്രസ്സ് പള്ളിക്കൂടത്തിലോ കോളേജിലോ, പള്ളിക്കൂടത്തിലിടുന്ന ഡ്രസ്സ് പള്ളിയിൽ അല്ലെങ്കിൽ പബ്ബിലോ ഇടാൻ പാടില്ല. ഇനി നേരെ തിരിച്ച് ഭയങ്കര ഹാഫ് സാരിയൊക്കെ എടുത്ത് കേരള കസവ് സാരി എടുത്ത് ആരെങ്കിലും പബ്ബിൽ പോകുന്ന കണ്ടിട്ടുണ്ടോ? പോയാൽ യാതൊരു പ്രശ്നവുമില്ല. നൈറ്റ് ക്ലബ്ബിൽ വളരെ ഞാനൊരു സംസ്കാരത്തിൻ്റെ ചിഹ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ മാലയൊക്കെ ഇട്ട് മറ്റേ കുറിയൊക്കെ തൊട്ട് ആരെങ്കിലും നമ്മുടെ ഹാഫ് സാരിയോ അല്ലെങ്കിൽ ധാവണിയോ ഏതെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലല്ലോ? എന്താ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആകും. ആൾക്കാർ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് പറയും, ഇതൊരു മോശം കാര്യമാണെന്ന് പറയും. ഇത് തിരിച്ച് ചെയ്യുമ്പോൾ പുരോഗമനവാദമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കണം. അപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങളും കൂടെ ചിന്തിക്കണം. ഇനപ്രോപ്രിയേറ്റ്നെസ്, ഔചിത്യമില്ലായ്മ എന്നൊരു വാക്ക് നമ്മുടെ മലയാളത്തിൽ പറയും. ആ ഔചിത്യം എല്ലാ കലാകാരികളും അഭിനേത്രികളും കൂടി വേണം എന്നുള്ളതാണ്. ഇവർക്കെല്ലാം അവരുടേതായ ഒരുപാട് കഴിവുകളുണ്ട്. ഇവർക്കൊക്കെ ഏത് ഡ്രസ്സ് ഇട്ടാലും സമൂഹത്തിൽ ആദരവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ കിട്ടും. അപ്പോൾ അവരുടെ വസ്ത്രം നമ്മുടെ പെൺകുട്ടികൾക്ക് തെറ്റായ മാതൃകയാകരുത്. ഇനി ബോച്ചയെ വിമർശിച്ചുകൊണ്ട്, ബോച്ച ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചുകൊണ്ടൊരു കാര്യം പറയാം. പുള്ളി തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറഞ്ഞുവിടാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തൃശ്ശൂർ പൂരത്തെ മോശമാക്കിയിട്ടല്ല, അദ്ദേഹം തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്തൊക്കെ പോകുന്നു. ഇതെന്താ പ്രശ്നം? ഇത് കാണുന്ന 20 വയസ്സുള്ള പയ്യൻ യൂട്യൂബിൽ ഇത് കാണുമ്പോൾ, 18 വയസ്സുള്ള പയ്യൻ യൂട്യൂബിൽ കാണുമ്പോൾ കൂടുള്ള ഫ്രണ്ടിനോട് പറയും, എടാ കണ്ടോ ബോച്ചയെ പോലെ വലിയ ആൾക്കാരും സെലിബ്രിറ്റികളും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ബാ നമുക്കും കൂടി ഇറങ്ങാം. അത് എത്രയോ സ്ത്രീകളെ ബാധിക്കും, ഇവനെ തന്നെ ബാധിക്കും. പക്ഷേ ഇത് നോർമലാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കരുത്. അതുകൊണ്ടാണ് കോടതി ശക്തമായിട്ട് ബോച്ചയെ വിമർശിച്ചിട്ടുണ്ട്. അത് സ്വാഗതം ചെയ്യണം. എനിക്ക് തോന്നുന്നു ബോച്ചയും ആ തെറ്റ് തിരിച്ചറിയുന്നുണ്ട്. ഒരാൾക്ക് അങ്ങനെ തെറ്റ് പറ്റിയാൽ അയാൾക്ക് തിരിച്ചറിയണം. ബോച്ചയെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ. എനിക്ക് അങ്ങനെ പറ്റി, ഞാൻ തിരുത്തിയൊരു തെറ്റ് പറയാം. ഞാൻ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ഇരുന്ന് തന്നെ ആദ്യം ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ, അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ നെഗറ്റീവായി ഈ പറയുന്നവരെ അറ്റാക്ക് ചെയ്തു. ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്ക് ഏതാണെന്ന് കൂടെ ഞാൻ പറയാം. നേരെന്ന സിനിമയിൽ ഞാനും അഡ്വക്കേറ്റ് മിനി മാഡവും അഡ്വക്കേറ്റ് ജയശങ്കർ സാറും കൂടെ ഇരുന്നൊരു സീനുണ്ട്. ഞങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഭാഗമായി അവർ പറയുന്നതിനെ എതിർക്കാനായിട്ട് നമുക്ക് ഡയലോഗുകളൊന്നും അവരെഴുതി തന്നില്ല. ഞങ്ങൾ തന്നെയാണ് ഇംപ്രവൈസ് ചെയ്ത് ഒരു ഓർഗാനിക് ഫീൽ കിട്ടാനായിട്ട്. ഞാൻ മിനി മാഡം പറയുന്നതിനോട് ശക്തമായ ഒരു പഞ്ച് ലൈനായിട്ട് തിരിച്ചു പറഞ്ഞു. അപ്പം മിനി മാഡം എന്നോട് പറഞ്ഞു, രാഹുൽ ആ വാക്ക് പറയരുത്, കാരണം ദൂരവ്യാപകമായി ആ വാക്ക് മിസ്യൂസ് ചെയ്യപ്പെടും. ആ വാക്കിനെ നമ്മളായിട്ട് പോപ്പുലറൈസ് ചെയ്യരുത്. കാര്യം നാളെ അതിജീവിത എന്ന് പറഞ്ഞാൽ മറ്റേ വാക്ക് എല്ലാവരും കൂടെ ചേർത്ത് വെച്ച് പറയും. നാളെ ജെനുവിൻലി പരാതി കൊടുക്കുന്ന ആൾക്കാരെയും ഈ വാക്ക് പറഞ്ഞ് നെഗറ്റീവ് എടുപ്പിക്കാൻ തുടങ്ങും എന്ന്. ആന്റണി പെരുമ്പാവൂർജിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പുള്ളിയെല്ലാം ശരിയാ, മിനി മാഡം പറഞ്ഞതിലൊരു കാര്യം. ഞാനും മിനി മാഡവും ലോകത്തിൽ കണ്ട ഒരു കാര്യത്തിനും എഗ്രി ചെയ്യില്ല. പക്ഷേ മിനി മാഡത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും ഞാൻ സ്വീകരിക്കുകയും അതിനുശേഷം ആ വാക്ക് അന്നും ഇന്നും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു ലേണിംഗ് ആണ്. ആ ലേണിങ്ങിനുള്ള അവസരം നമ്മുടെ ശ്രീ ബോബി ചെമ്മണ്ണൂറിനും കൊടുക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഇപ്പം ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വന്നു, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആളുകളുടെ ദൂഷം വന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മിസ്റ്റർ രാഹുൽ ഈശ്വറിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്, പരാതിയുണ്ട്. ഒപ്പം തന്നെ ആളുകളുടെ വിമർശനവും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഇത്രയും പറയുകയാണെങ്കിൽ ഈ വസ്ത്രധാരണത്തിലേക്ക് തന്നെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം നമുക്ക് ഈ മറ്റ് സ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നെ പോലെ തന്നെ നമുക്ക് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് പോലെയല്ലേ? ഞാൻ ആദ്യം ഒരു തർക്കുത്തരം പറയാം, ശരിയായ ഉത്തരമല്ല, ആദ്യം ഒരു തർക്കുത്തരം പറയാം. വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് വിമർശന സ്വാതന്ത്ര്യമില്ലേ? അതൊരു തർക്കുത്തരമാണ് കേട്ടോ. അതൊരു തർക്കുത്തരം എന്ന് പറഞ്ഞാൽ അറിയാലോ, റെട്രിക് എന്നൊക്കെ പറയും. വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് വിമർശന സ്വാതന്ത്ര്യം ഇല്ലേ? പക്ഷേ എൻ്റെ വിമർശന സ്വാതന്ത്ര്യം ഒരിക്കലും അസഭ്യമാകരുത്, അതിര് കടക്കരുത്, മോശം പറയരുത്, സെക്ഷലി കളേർഡ് റിമാർക്സ് ആകരുത്, ഇനുവെന്റോ ഇൻസിനേഷനോ ആകരുത്. അപ്പം കോടതി
പരിശോധിക്കുക അങ്ങനെ ആയോ എന്നുള്ളതായിരിക്കും. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് മുൻകൂർ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. അപ്പം പോലീസുകാർക്ക് FIR ഇട്ടാൽ വേണമെങ്കിൽ ഇപ്പോൾ എന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള വകുപ്പുണ്ട്. ഞങ്ങൾ നമ്മുടെ നോട്ട് ടു അറസ്റ്റ് ചോദിച്ചിരുന്നു, പക്ഷേ കോടതി തന്നില്ല. കോടതിയുടെ വിശദമാണ്, നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് പോലീസുകാർക്ക് FIR ഇതുവരെ ഇട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇട്ടാൽ ഈ 2 ആഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാം. ഇനി 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ കേസ് വരും. അപ്പോൾ ഈ 2 ആഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും ഇട്ടാൽ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്. ഞാൻ പറഞ്ഞ ആ അറസ്റ്റിന് എനിക്ക് മടിയൊന്നുമില്ല. പോലീസ് വിളിക്കുകയാണെങ്കിൽ പോവും, അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു കോസിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലൊക്കെ പറഞ്ഞു, ഈ ബോച്ചയെക്കുറിച്ച് പോലീസുകാരും മീഡിയക്കാരും കുറച്ച് കഥകളൊക്കെ ഉണ്ടാക്കി. ബോച്ച മുങ്ങാൻ ശ്രമിച്ചു നോക്കുക, ചുമ്മാ പറയുന്നതാണ്. ബോച്ച ഇത്രയും കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലുള്ള ഒരാൾ എങ്ങനെ മുങ്ങാൻ നോക്കാനാ? പക്ഷേ ബോച്ച ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് ബോച്ചയെ വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞു, രാഹുൽ ഈശ്വരൻ അതുപോലെ ഒന്നുമില്ല, എൻ്റെ വീട്ടിൽ തന്നെ കാണും അല്ലെങ്കിൽ ഓഫീസിൽ കാണും, എപ്പോൾ വന്നാലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ശബരിമല കേസിന്റെ ഭാഗമായിട്ട് 5 തവണ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 5 പ്രാവശ്യം എന്നെ വ്യത്യസ്ത കേസുകളിൽ ഒരേ ശബരിമല കോൺടെക്സ്റ്റിൽ അറസ്റ്റ് ചെയ്തിരുന്നു. 2-3 ആഴ്ച ജയിലിൽ കിടന്നിരുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ 2 ദിവസം കൂടെ ജയിലിൽ കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ 3 ദിവസം കൂടെ ജയിലിൽ കിടക്കണമെങ്കിൽ ബോച്ചയെ പോലെ 6 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ കിടക്കും. പക്ഷേ ഇതൊരു നിലപാടാണ്, അതൊരു അഭിനേത്രിക്കെതിരെയുള്ളതല്ല, അതൊരു കൾച്ചറിന് വേണ്ടി മുമ്പോട്ട് വെക്കുന്ന നിലപാടാണ്. ഞാൻ അടക്കമുള്ള ആൾക്കാർ അതും കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം കൂടെ ഞങ്ങൾക്ക് ഈ സാംസ്കാരിക ഡിബേറ്റിലുണ്ട്. അത് ഒരു പുരുഷ കമ്മീഷനാണ്, ഒരു മെൻസ് കമ്മീഷൻ, വനിതാ കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ ആയിക്കൂടാ? യൂത്ത് കമ്മീഷനുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിൽ ബാലാവകാശ കമ്മീഷനുണ്ട്, 18 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ. യൂത്ത് കമ്മീഷനുണ്ട്, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ആയ ആൾക്കാരുടെ കാര്യം നോക്കാൻ. വനിതാ കമ്മീഷനുണ്ട്, എല്ലാ സ്ത്രീകൾക്കും ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാൻ. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് കമ്മീഷൻ ഇല്ലാത്തത്? ഒരു മെൻസ് കമ്മീഷൻ നമുക്ക് വേണം. അതിൻ്റെ എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം. ഒരു പ്രസക്തി, ഇതൊരു ചോദ്യമായിട്ടും കൂടി അനുഷാജി എടുക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരു വ്യക്തി വ്യാജ പരാതി കൊടുത്തു എന്ന് കോടതി അവസാനം കണ്ടെത്തി. അതായത് ആ വ്യക്തി ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരുപാട് പേർക്കെതിരെ കൊടുത്തു, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി. ആ വ്യക്തിക്കെതിരെ കേസ് എടുക്കണ്ടേ? വ്യാജ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. പോട്ടെ, കുറച്ചുകൂടെ റീസെന്റ് ഓർമ്മയിലുള്ള കാര്യം പറയാം. നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു. ഡിസംബർ 15-16 തീയതികളിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് ഒരു പെൺകുട്ടി മുമ്പോട്ട് വന്ന് പറഞ്ഞു. അവസാനം പോലീസ് കണ്ടെത്തി, നിവിൻ പോളി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് വിനീത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയിൽ അഭിനയിക്കാൻ കേരളത്തിലുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് ദുബായിലാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അതായത് ആ സമയത്ത് കഷ്ടകാലത്തിന് ദുബായിലുണ്ടെങ്കിൽ പുള്ളി അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ കേരളത്തിലായതുകൊണ്ടും CCTV ഫുട്ടേജ് ഉണ്ട്, ഹോട്ടൽ താമസിച്ച രേഖകളുണ്ട്, പാസ്പോർട്ടും ടിക്കറ്റും ഉള്ളതുകൊണ്ട് പുള്ളി ഇവിടെയാണെന്ന് തെളിഞ്ഞു. ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കണ്ടേ? അങ്ങനെ കേസ് എടുക്കണ്ടേ എന്നൊരു ചോദ്യമെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കേസ് എടുത്തിട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി നൽകിയതായി പോലീസ് തെളിഞ്ഞു. ഇത് രാഹുൽ ഈശ്വറിന്റെ അല്ല കേട്ടോ, പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു റിപ്പോർട്ട് തന്നെ കൊടുത്തു. ആ വ്യക്തിക്കെതിരെ കേസ് എടുക്കാത്ത എന്താ? ഇനി എൽദോസ് കുന്നപ്പള്ളി, കോൺഗ്രസിന്റെ MLA ആണ് നമ്മുടെ പെരുമ്പാവൂർ. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി വന്ന് അവസാനം കേരള ഹൈക്കോടതി നിങ്ങൾ സിനിമാ കഥ പറയുകയാണോ എന്നാണ് ആ പ്രോസിക്യൂഷനോടും ആ വ്യക്തിയോടും ചോദിച്ചത്. ഉമ്മൻചാണ്ടി സാർ എന്ന മുഖ്യമന്ത്രിക്കോ ആധുനിക തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടനായ നിവിൻ പോളിക്കോ എൽദോസ് കുന്നപ്പള്ളി എന്ന MLAക്കോ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഗതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉമ്മൻചാണ്ടിയെ പോലൊരു ജനകീയനായ മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് എവിടെ പോണെങ്കിലും ഉമ്മൻചാണ്ടി സാറിന് സെയിന്റ് ഉമ്മൻചാണ്ടി എന്നും കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ ആൾക്കാർ ഓടിക്കൂടുക. ആ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാൻ പറ്റാത്ത ഒരു നിയമ സംവിധാനം, നിവിൻ പോളിക്കോ എൽദോസ് കുന്നപ്പള്ളിക്കോ സംരക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരു നിയമ സംവിധാനം രാഹുൽ ഈശ്വറിനെയോ സാധാരണക്കാരെയോ എങ്ങനെ സംരക്ഷിക്കാനാണ്? കാര്യം നോബഡി ഈസ് ബോതേർഡ് as to നിവിൻ പോളിക്ക് ആ സമയത്തുണ്ടായ ട്രോമ. പുള്ളിയുടെ വീട്ടിൽ മക്കളില്ലേ, അവർ സ്കൂളിൽ പോവില്ലേ? ഇപ്പൊ എൻ്റെ മോൻ 8 വയസ്സേ ആയുള്ളൂ, യാഗം എന്നാണ് പേര്. അവനിപ്പോൾ ഇത്രയൊന്നും അറിയാൻ പ്രായമായില്ല. നാളെ എനിക്കെതിരെ പരാതി വന്നു, നാളെ അവൻ്റെ സ്കൂളിൽ ഏതെങ്കിലും അവൻ്റെ കോമ്പറ്റീഷൻ കാണും, നിന്റെ അച്ഛനെ പീഡനത്തിനകത്തിട്ടിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോനുണ്ടാകുന്ന വേദന ഇത് നിവിൻ പോളിയുടെ കുട്ടിയെ ഉണ്ടായി കാണുമല്ലോ. നിവിൻ പോളിയുടെ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടായി കാണും. നിവിൻ പോളി ആകട്ടെ, ഒമർ ലുലു ആകട്ടെ, വിജയബാബു ആകട്ടെ, ശ്രീ സിദ്ദിഖ് ആകട്ടെ, ഇവരുടെ ഒന്നും കേസിന്റെ ഫൈനൽ വന്നിട്ടില്ല. ഞാൻ ഫൈനൽ വന്ന ഒരാളുടെ പേര് നിവിൻ പോളിയുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവരെല്ലാം വേട്ടയാടിയപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ അതായത് ശരിയാണ് നിവിൻ പോളിയുടെ വ്യാജ പരാതിയാണ്, മറ്റേ വ്യക്തിക്കെതിരെ കേസ് എടുക്കണം. അനുഷാജി കേട്ടെങ്കിൽ പറയാം, പോലീസ് കേസ് എടുക്കണ്ട, പോലീസിന്റെ താല്പര്യം കേസ് എടുക്കണം അല്ലെങ്കിൽ പരാതിയാകണം എന്ന് പറഞ്ഞ ഒരു വനിതാപക്ഷ പ്രവർത്തകയെ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ്
നിവിൻ പോളിയുടെ പരാതി തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ, ആ വ്യക്തിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ കാണിച്ചു തരാമോ? പോട്ടെ, അത് ശരിയല്ലെന്ന് പറഞ്ഞ ഒരാളെ കാണിച്ചു തരാമോ? ഞാൻ കോൺഗ്രസിലെ പേര് പറയുന്നതിന് പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ വീണ പ്രമുഖയായ അഭിഭാഷകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ ചാനൽ ജീവിതമൊക്കെ തുടങ്ങുന്നത്. അന്നുകൂടെ വീണയെ അറിയാം. വീണയും ഞാനും ഒരു ചാനലിൽ നടി കൂടിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, വീണ കേൾക്കാനുള്ള സന്തോഷത്തിനെങ്കിലും ഒന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആൾക്കെതിരെ നടപടി വേണമെന്നും അത് ശരിയല്ലെന്നും പറയാം. വീണയുടെ മറുപടി എന്താ അറിയോ? ഞങ്ങൾ സ്ത്രീപക്ഷത്ത് ഉറപ്പിച്ചിരിക്കുന്ന ആളാണ്. വ്യാജ പരാതികൾ കൊടുക്കുന്നവരല്ല സ്ത്രീപക്ഷത്ത്. ഈ വ്യാജ പരാതിക്കാരെ സ്ത്രീപക്ഷമായി സംരക്ഷിച്ചാൽ പറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ പുരുഷവിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇനി ഇതിന്റെ മറുവശമുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. എന്നോട് പറഞ്ഞു, നമുക്ക് ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കാൻ പോകണോ? ഞാൻ പറഞ്ഞു, ബോച്ചെ സ്വാതന്ത്ര്യ സമരം ഒന്നും കഴിഞ്ഞ് വന്നതല്ലോ. ബോച്ചെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് തിരിച്ചു വരുന്നൊന്നും അല്ലല്ലോ. ബോച്ചയെ രക്തദാനം കൊടുക്കുമ്പോൾ നമുക്ക് മാലയിടാം, അല്ലെങ്കിൽ ബോച്ചയെ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മാലയിടാം. ബോച്ചയെ ഇപ്പം ഈ മാല ഇടുന്നതിന്റെ പിന്നിൽ ഈ സോക്കോൾഡ് പുരുഷവാദികളുടെ പ്രശ്നം എന്താ അറിയാമോ? അപ്പുറത്ത് നിൽക്കുന്ന ഫെമിനിസ്റ്റുകളെ ഒന്ന് പ്രകോപിപ്പിക്കണം, അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീപക്ഷവാദികളെ ഒന്ന് പ്രകോപിപ്പിക്കണം. ഈ രണ്ട് എക്സ്ട്രീംസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത്, അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് എന്ന ആറ്റിറ്റ്യൂഡ് അല്ലാതെ ഒരു മധ്യപാത പിടിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇപ്പം ഈ നിവിൻ പോളിന്റെ ഒരു പ്രശ്നം, അത് നമുക്ക് അറിയാം, അതൊരു വ്യാജ കേസാണ് എന്ന്. പക്ഷേ തെളിയിക്കപ്പെട്ട ഇതേപോലെ ഈ ബോച്ചയുടെ കാര്യങ്ങൾ, അപ്പോൾ അത് രണ്ടും രണ്ടല്ലേ? അപ്പം നമ്മൾ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പ്രശ്നമായി. രണ്ട് കാര്യങ്ങളാണ്. 100% നിവിൻ പോളിയുടെ കേസ് തെളിയിക്കപ്പെട്ടു. പക്ഷെ എൻ്റെ ചോദ്യം, ആ പെൺകുട്ടിക്കെതിരെ നടപടി എടുത്തോന്നാണ്. ഇല്ലെന്നാണ് നമുക്ക് രണ്ടും അറിയാവുന്ന സത്യം. ഇല്ലെന്നാണ്. രണ്ട്, ബോച്ചെ ചെയ്തത് തെറ്റാണോ? 100%, 100 അല്ല 101% ബോച്ചെ ചെയ്തത് തെറ്റാണ്. പക്ഷെ അതിനൊരു തെറ്റായി എടുക്കണം. 3 വർഷം ജയിലിൽ ഇടാനുള്ളൊരു കാര്യമായിട്ട് എടുക്കരുത്. ഇതൊരു സോഷ്യൽ റോങ് ആണ്, സാമൂഹികമായ തെറ്റാണ്, 100% തെറ്റാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഹൈക്കോടതി ഞാനൊക്കെ എടുത്ത വിശാല സമീപനത്തിൻ്റെ അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ ബോച്ചയെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. നിങ്ങൾ ചെയ്ത തെറ്റാണ്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്ന മോശമല്ലേ, ശരിയല്ലേ, അല്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് ചോദിക്കുകയും ബോച്ചയുടെ അഡ്വക്കേറ്റ് രാമൻപിള്ള സാർ തെറ്റാണ് സാർ, ഇനി ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറയുകയും ചെയ്തു. ഇതൊരു തരം നല്ല നടപ്പ് വിധിയാണ്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഒരാളെ നമ്മൾ ശരീരത്തിൽ കയറി സ്പർശിക്കുകയോ മോശം ചെയ്യുകയോ ചെയ്താൽ അത് അൺഫോർഗിവബിൾ ആണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊരു വാക്കിൻ്റെ പ്രശ്നമാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, അനുമതി കൂടാതെ കൈ പിടിച്ച് കറക്കിയും. അതൊക്കെ ഒരു സെക്ഷൽ അട്രോസിറ്റി ആയി കാണാൻ കഴിയുമെന്നുള്ളതാണ്. അനുമതി കൂടാതെ തൊട്ടെങ്കിൽ 100% ശരിയല്ല. പക്ഷേ അവിടെ 10-15 ക്യാമറ നിൽക്കുമ്പോൾ, 10-100 പേര് നിൽക്കുമ്പോൾ കൈ പിടിച്ച് കറക്കി എന്ന് പറയുന്നത് ഒരു സെക്ഷൽ അട്രോസിറ്റി ആയിട്ട് എടുക്കണോ? പക്ഷേ നമുക്കത് ഇപ്പം ഒരു ടച്ച്, അത് നമുക്കറിയാം, അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ നമുക്കറിയാം. അത് ബാഡ് ടച്ച് ആണെന്ന് ഇപ്പോൾ ഒരു ലേഡിക്ക് തോന്നുകയാണെങ്കിൽ ഒരു സംശയമില്ല, അവരുടെ കൂടൊപ്പം തന്നെയാണ്. അത് ഇത് മാത്രമല്ല, നമുക്ക് ശ്രീ സുരേഷ് ഗോപിയുടെ കേസിൽ ഇത് തന്നെ ഒരു മാധ്യമപ്രവർത്തകയോടുണ്ടായി. എനിക്കത് സുരേഷ് ഗോപിയുടെ സമീപനത്തിൽ ഇഷ്ടം, ഒരു ന്യായീകരണത്തിന് നിൽക്കാതെ വളരെ പരസ്യമായി ആ വ്യക്തിയുടെ പേര് കൂടെ പറഞ്ഞുകൊണ്ട് ഐ എം എക്സ്ട്രീംലി സോറി, എനിക്ക് തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാഡം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പുരുഷൻ 10 ക്യാമറകളുടെയും 100 പേരുടെയും ഫ്രണ്ട് വെച്ചിട്ട് മറ്റൊരു ഇൻറ്റൻഷൻ, ഒരു സെക്ഷൽ ഇൻറ്റൻഷൻ മനസ്സിൽ വെച്ച് ചെയ്യും. പുള്ളി അവിടെ ചെയ്യുന്നതൊന്ന് കൈഡി കിട്ടാനും മറ്റുമൊക്കെ വേണ്ടിയിട്ടാണ്, ആൾക്കാരെ ഒന്ന് കൂവി വിളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതില്ലെന്നല്ല, അത് തെറ്റ് തന്നെയാണ് കേട്ടോ. അതിനെ 0.01% ന്യായീകരിക്കുകയല്ല. പക്ഷേ അതിനെ ഒരു സെക്ഷൽ അട്രോസിറ്റി, അതായത് അത് പറയുന്നതിൻ്റെ റീസൺ എന്താ അറിയാമോ? BNS 75 1-ാം വകുപ്പ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലോയർ കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, BNS-ലെ 75-ാം സെക്ഷനിലെ 4-ാം വകുപ്പാണ് സെക്ഷലി കളേർഡ് റിമാർക്ക്. ഇതിന് 1 വർഷമാണ് തടവ്. 1-ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ അൺടുവേർഡ് ടച്ച്, ഫിസിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. അതെങ്ങനെങ്കിലും അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇതും കൂടി പിടിച്ചിരുന്നത്. അത് പറയുന്നതിൻ്റെ കാര്യം, അന്ന് അത് ചെയ്തെങ്കിൽ വളരെ തെറ്റാണ്. പക്ഷേ അത് അട്രോസിറ്റിയായി, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമമായി കാണാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു പക്ഷേ എനിക്ക് വിയോജിപ്പുണ്ട്. അത് അൺടുവേർഡ് ടച്ചാണ്. ഇത് വളരെ ഗ്രേഡുകൾ ഉള്ളതാണ്. ഇതൊരു ഷെയ്ഡ് ഓഫ് ഗ്രേ നിൽക്കുന്നതാണ്. ഇപ്പം ഞാൻ ഒരിക്കലും ആ വാദഗതി ചോദിക്കില്ല. ചോദിക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ സെക്ഷൽ അട്രോസിറ്റി ആണെങ്കിൽ ഈ പെൺകുട്ടിയടക്കം അത് അവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടല്ലോ. സെക്ഷൽ അട്രോസിറ്റി, താൻ സെക്ഷൽ അട്രോസിറ്റി നേരിടുന്ന ഒരു കാര്യം സ്വന്തം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആരെങ്കിലും പങ്കുവെക്കും? അപ്പോൾ ഇതൊരു ഗ്രേ ഏരിയ അല്ലേ? അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊരു ഗ്രേ ഏരിയ ആണ്. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു കാരണവശാലും പാടില്ല. ഒരു പക്ഷേ കോടതി തന്നെ ആ അഭിനേത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ പൊതുജനങ്ങളിൽ വെച്ച് പ്രതികരിക്കാത്തത് അവരുടെ മാന്യതയാണ്. കോടതി അതൊക്കെ പറയുന്നത് വളരെ കറക്റ്റാണ്. കോടതി എടുക്കുന്ന ഒരു ബാലൻസ്ഡ് സമീപനം നമ്മൾ കണ്ടില്ലേ? ഈ ബാലൻസ് ആണ് വേണ്ടത്. കോടതി പറഞ്ഞു രൂക്ഷമായി ചെയ്തത് തെറ്റാണ്, ആ അഭിനേത്രിയെ സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്തു, ശക്തമായി 3:30-ക്കാണ് വെർഡിക്റ്റ് വരാൻ പോകുന്നത്, ശക്തമായ കണ്ടീഷൻസ് എന്തെങ്കിലും കാണും, എന്നിട്ട് ജാമ്യം കൊടുത്തു.
ഇങ്ങനല്ലേ സമൂഹം, ഇതിനെയാണ് ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരുടെയും പ്രശ്നം ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുന്ന എക്സ്ട്രീം പൊസിഷൻസ് നിൽക്കുകയാണ്. ഇനി ഇതിന്റെ പേരിൽ എനിക്കറിയില്ല, ബോച്ചയെ 3 വർഷം ജയിലിലിടണമെന്ന് ആ അഭിനേത്രിയെങ്കിലും വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പേരിൽ പുള്ളി ഒരു വർഷം ജയിലിൽ കിടക്കട്ടെ. അതൊരു എക്സ്ട്രീം സ്റ്റെപ്പല്ലേ, അതൊരു എക്സ്ട്രീം സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് മിതത്വം ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ വന്നുകൊണ്ട് പരമാവധി കയ്യടിക്ക് വേണ്ടി ആൾക്കാർ എക്സ്ട്രീം പൊസിഷൻസ് ആണ് എടുക്കുന്നത്. കാര്യം എക്സ്ട്രീം പൊസിഷൻസ് എടുത്താലേ കയ്യടിയുള്ളൂ. അപ്പം അങ്ങനെ പറയുന്നത് മധ്യവർത്തി നയങ്ങളും മോഡറേറ്റ്നെസ്സും ബാലൻസുമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. ഈ സെൻസ് ഓഫ് ബാലൻസ് അല്ലെങ്കിൽ സന്തുലനം, മധ്യവർത്തി നിലപാടുകൾ എന്നുള്ളതാണ്. ആ നിലപാടിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. ഇപ്പം പറഞ്ഞതുകൊണ്ട്, ഒരു വേർഡ് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, വളരെ മിതത്വമായിട്ട് എടുത്തോടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇപ്പം താങ്കൾ പറഞ്ഞ ഈ ഒരു കാര്യം കേട്ടിട്ട് ഇതുപോലെ ഓക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല, ഇത് നമുക്ക് ചെയ്യാം, കേസ് എടുക്കില്ല എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് അല്ലേ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത്? വളരെ അല്ല, അതിന് കൃത്യമായൊരു മറുപടി ഇന്ന് ഹൈക്കോടതി കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രോസിക്യൂഷൻ ഇപ്പൊ അനുഷാജി ചോദിച്ച ചോദ്യം ഒരു വാദഗതിയെ അവതരിപ്പിച്ചു, ഇത് സമൂഹത്തിൻ്റെ ഒരു മെസ്സേജ് ആകണം എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വറല്ല, ഹൈക്കോടതി പറഞ്ഞു ഓൾറെഡി പുള്ളി റിമാൻഡിലാണല്ലോ, അത് തന്നെ വലിയൊരു മെസ്സേജ് ആണ്. രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ഹൈക്കോടതി പ്രോസിക്യൂഷൻ ഇതേ ചോദ്യം. നമ്മൾ ഈ ശരിക്കും ഡിബേറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സല്ലല്ലോ, പൊതു മനസ്സാണ്. ഞാനും താങ്കളും ഒക്കെ സംസാരിക്കുന്നത് എയറിൽ നിൽക്കുന്ന ഈ വാദഗതികൾ നമ്മൾ പരസ്പരം പങ്കുവെക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയോട് പ്രോസിക്യൂഷൻ പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിനെ ഒരു ഉദാഹരണമാക്കണം, ഇത് സമൂഹത്തിന് തെറ്റായൊരു സന്ദേശം കൊടുക്കരുതെന്ന്. കോടതി പറഞ്ഞു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലും പോയപ്പോൾ ഓൾറെഡി ആ മെസ്സേജ് കൊടുത്തു എന്ന്. അതുകൊണ്ട് എനിക്ക് ആ അഭിനേത്രിയോടും വളരെ താഴ്മയായി അപേക്ഷിക്കാനുള്ളത്, അവരെനിക്കെതിരെ രൂക്ഷമായ സംസാരങ്ങൾ പറഞ്ഞു, ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു. അവരുടെ വിഷമത്തിൽ നിന്ന് പറയുന്നതായിരിക്കാം. പറ്റുമെങ്കിൽ ബോച്ചയ്ക്ക് മാപ്പ് കൊടുക്കുക, സംഭവിച്ചത് തെറ്റാണ്, കലാകാരി എന്നുള്ള നിലയിൽ താങ്കൾ ഒരു വിശാല മനസ്സ് കാണിക്കുക. ഇനിയും ഈ സംഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി താങ്കളുടെ അടുത്ത് അവരുടെ സിനിമ വരുന്നു എന്ന് പറയും, ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഞാൻ പോയി കാണുകയും ചെയ്യും. വലിയ രീതിയിൽ പോട്ടെ, ഇതൊരു ചാപ്റ്റർ, നെഗറ്റീവ് ചാപ്റ്ററായി നമ്മുടെ ജീവിതത്തിൽ നിന്നെല്ലാം മാറട്ടെ. ഒരു നല്ല തുടക്കം. ബോച്ചയ്ക്കും ഇനിയും ആയിരക്കണക്കിന് ആൾക്കാർക്ക് സേവനം ചെയ്യാൻ കഴിയട്ടെ. ഈ കലാകാരിക്കും തമിഴിലും തെലുങ്കിലും ഒക്കെ വളരെ വലിയ രീതിയിൽ വരാൻ കഴിയട്ടെ. ആ രീതിയിൽ വലിയ ഫേമസ് ആയി വരട്ടെ. ഞാൻ ആലങ്കാരികമായ വ്യക്തിയെക്കുറിച്ച് പറയണ്ടായി, നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണെന്നൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ പ്രഗത്ഭയായ ആർട്ടിസ്റ്റായി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയും. ഇപ്പം ഈ ഒരു രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റ് ചോദ്യങ്ങളിലേക്കും കൂടി വളരെ പെട്ടെന്ന് പോവുകയാണ്. ഇപ്പം താങ്കളുടെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു വാർത്താ ചർച്ചകളിൽ വരുമ്പോൾ തന്നെ ഇപ്പം തമാശ രൂപേണ ആളുകൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഓക്കെ രാഹുൽ ഈശ്വറാണോ അപ്പോൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നായിരിക്കുമല്ലോ എന്നുള്ളൊരു രീതി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? പറയാം, പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ഒരു പുരുഷൻ എന്തെങ്കിലും ഒരു പ്രശ്നമോ പിഴവോ പറ്റിയാൽ അവൻ്റെ ലൈഫ് തീർന്നു. അങ്ങനെ ഒരുപാട് പേരെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൗൺസിൽ ചെയ്യുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ ടെക്നോ പാർക്കിലടക്കം സംഭവിച്ചതാണ്. പുരുഷന്റെ ഭാഗത്തു നിന്ന് ചിലപ്പം വൈഫ് കൊടുത്തത് പരാതിയാകാം, ചിലപ്പം ഗേൾഫ്രണ്ട് കൊടുക്കുന്ന പരാതിയാകാം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്ന് പറയുന്ന പരാതിയാകാം, 7-8 വർഷം ഒരുമിച്ച് താമസിച്ചിട്ട് പരസ്പരം അടികൂടിയതിന് ശേഷം 7 വർഷം പിന്നെ റേപ്പ് ചെയ്യട്ടോ എന്ന് പറഞ്ഞ് പരാതികൾ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പുരുഷന്മാരെ ആരുമില്ല അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കും അവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ അവരുടെ മുഖം, പെൺകുട്ടി ആരാന്ന് പോലും ലോകം അറിയില്ല. ആണുങ്ങളുടെ മുഖം ഗൂഗിൾ വാർത്തയിൽ വരും, അതെന്നും ഇന്റർനെറ്റ് സ്റ്റേ ചെയ്യും. നാളെ ഇവനൊരു ജോലിക്ക് പോയാൽ ഇവന്റെ പേര് ബാക്ക്ഗ്രൗണ്ട് ചെക്കിന്റെ ഭാഗം അടിച്ചു നോക്കുമല്ലോ. നമ്മുടെ കമ്പനികളിലേക്ക് അങ്ങനെ ഒരാൾ വന്നു എന്നിരിക്കട്ടെ, നമ്മൾ ഗൂഗിളിൽ അവന്റെ പേര് സെർച്ച് ചെയ്തു, പോലീസ് അറസ്റ്റഡ് -- എന്ന് ഒരു കേസിൽ എന്താ നമുക്ക് ജോലി കൊടുക്കൂ? ഇല്ല. അവനെ നാളെ അക്വിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ കോടതി, ആ വാർത്ത മാധ്യമങ്ങൾ പ്രാധാന്യത്തോട് കൊടുക്കുപോലുമില്ല. ചിലപ്പോൾ ഒരു ലോൺ കൊടുത്താലായി. ഇവനും ജീവിക്കണ്ടേ, ജനിച്ചില്ലേ, അവനും ആഹാരം കഴിക്കണ്ടേ, കുട്ടികളില്ലേ? പക്ഷേ ഈ മനുഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചെയ്യുന്നത് തെറ്റാണ് എങ്കിൽ പിന്നീടും ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, തെറ്റാണോ ശരിയാണോ എന്ന് കോടതി തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന സിമ്പിളായ ആശയം, അതിജീവിതയുടെ പേര് നമുക്ക് പുറത്തു പറയാൻ പാടില്ല. ശരിയല്ലേ? നിയമപരമായി പാടില്ല. 2 വർഷത്തോളം തടവ് കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതേപോലെ അക്യൂസ്ഡിന്റെ പേരും കോടതി വിധി വരുന്നത് വരെ പുറത്തു പറയാൻ പാടില്ല. എനിക്കിതിലൊരു സന്തോഷം, ഞാനൊരു 4-5 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി, ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, കേരള ഹൈക്കോടതി നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ വിഷയത്തിൽ ഈ വാദഗതി ഒരു വിധിന്യായത്തിന്റെ ഭാഗമായി എഴുതി വെച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു, പുരുഷന്മാർക്കും പ്രിവസി ഉണ്ട്, പുരുഷന്മാർക്കും പ്രൈവസി ഉണ്ട്, അത് ബഹുമാനിക്കണം. അക്യൂസ്ഡിന്റെ പേരും വെളിയിൽ വരരുതെന്ന് ഒരു ഹൈക്കോടതിയുടെ 2-അംഗ
അംഗ ബെഞ്ച് എഴുതി വെച്ചു. താങ്കൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇത് ഞാൻ അടക്കമുള്ളവരുടെ വലിയൊരു വിജയമോ ഞാൻ അടക്കമുള്ളവർക്ക് വലിയൊരു ഞങ്ങൾ പറയുന്ന കാര്യത്തെ ഹൈക്കോടതി വാലിഡേറ്റ് ചെയ്തതുമായിട്ടാണ് കാണുന്നത്. അതായത് അക്യൂസ്ഡ് ആയ ഒരു വ്യക്തിയെ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പാടില്ലെന്ന് ഒരു വിധിന്യായത്തിൽ ഹൈമ കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിലാണെങ്കിലും പറഞ്ഞു എന്നുള്ളത് ഒരു വലിയ സ്റ്റാർട്ടാണ്. ഇതെല്ലാം ഞങ്ങളൊരു പുരുഷ കമ്മീഷനിലേക്ക്, മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ മെൻ, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മെന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പം ഞാൻ പറയട്ടെ, ഒരുപാട് സ്ത്രീകൾ, ഇപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് റിയലായിട്ട് അവർ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു നീതി നിഷേധമായി മാറി. അല്ല, ഒരിക്കലും അങ്ങനെ ജെനുവിൻലി പരാതി കൊടുത്ത എല്ലാ സ്ത്രീകളോടും ബഹുമാനവും യോജിപ്പുമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഇന്നും കൂടുതൽ പരാതി ഉണ്ടെന്ന് നോക്കിയാൽ സ്ത്രീകളുടെ ഭാഗത്താണ് ന്യായം കൂടുതൽ, അല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നൊരു സത്യമാണ്. BBC കോട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റഡിയിൽ 53.5% ഫോൾസ് റേപ്പ് കേസുകളെ കുറിച്ചൊരു കണക്ക് സാക്ഷാൽ BBC, നമ്മുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന BBC ആണല്ലോ, BBC കോട്ട് ചെയ്യുന്നതിലടക്കമുണ്ട്. അതുകൊണ്ട് ശരിയായ പരാതി കൊടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒപ്പമാണ്. വ്യാജ പരാതികളിൽ ഞങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ഞാൻ പേര് പറയുന്ന ശരിയല്ലെങ്കിൽ പോലും നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വിജയബാബു ആകട്ടെ, എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ, ഇവരെയൊക്കെ എത്രമാത്രം വേട്ടയാടി എന്നുള്ളതാണ്. ആ മനുഷ്യന് ജോർജിയയിൽ പോയി, പുള്ളിയോട് ഞാൻ ജോർജിയ എന്നാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ മോനും വീട്ടുകാരും ഒക്കെ ഇല്ലേ, അവർ അല്ലെങ്കിൽ കുട്ടികളില്ലേ, അവർ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള വേദന ആലോചിച്ചു. അവസാനം എന്തായി, ഇവർ തമ്മിലുള്ള തർക്കവും പ്രശ്നവും ഒക്കെ ആയിരുന്നു, അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അവസാനം ഇങ്ങനെ സംഭവിച്ചതാണ്. എൽദോസ് കുന്നപ്പള്ളി പുള്ളിയെ കൊടുക്കാൻ നോക്കി, പുള്ളിയോട് 1 കോടി രൂപ എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കി, പുള്ളിയുടെ കേസ്, എന്നിട്ട് ഈ സ്ത്രീയെ കൊല്ലാൻ നോക്കി എൽദോസ് എന്ന് പറഞ്ഞു. അവസാനം കേരള ഹൈക്കോടതി, രാഹുൽ ഈശ്വറല്ല, കേരള ഹൈക്കോടതി പ്രോസിക്യൂഷനോട് നിങ്ങൾ എന്ത് സിനിമാ കഥയാണ് ഞങ്ങളോട് വന്ന് പറയുന്നതെന്നൊരു ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. ഇനിയും വിജയബാബു അടക്കമുള്ള ഒരു വലിയ പോരാളികളാണെന്ന് പറയുന്നത് കാരണം വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിലേക്ക് പോലീസ് പോയി. പുള്ളി സ്വയം കീഴടങ്ങ് വരുമ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം കോടതി ചോദിച്ചു, മീഡിയക്കാരെ കാണിക്കാനല്ലേ അറസ്റ്റ് ചെയ്യാൻ പോകണോ? വേണ്ട. ഇപ്പം നിങ്ങൾ മീഡിയയോടുള്ള അഭ്യർത്ഥന, ടൈംസ് ഓഫ് ഇന്ത്യ മലയാളത്തിലും അടക്കമുള്ള അഭ്യർത്ഥന, ശരിക്കും ഈ മീഡിയക്കാരാണ് പൊതുജനങ്ങളുടെ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്, വലിയൊരളവ് വരെ പോലീസുകാരെ സ്വാധീനിക്കുന്നത്, കുറച്ചൊരു പരിധി വരെയെങ്കിലും കോടതിയെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ മീഡിയക്കാർ എന്ത് പറയും എന്ത് പറയില്ല എന്ന് നോക്കിക്കൂടിയാണ് പോലീസ് പലപ്പോഴും ആക്ഷൻ എടുക്കുന്നത്. അപ്പം മീഡിയയുടെ കയ്യടി ഏകപക്ഷീയമാകരുത്. പുരുഷന്മാർക്ക് ന്യായമുണ്ടെങ്കിൽ അതുകൂടി ശ്രദ്ധിക്കണം. അവിടെയാണ് മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സാധനം വരുന്നത്. വേണമെങ്കിൽ എനിക്ക് 2024 ഏറ്റവും പോപ്പുലർ വാക്കെന്ന് മറ്റേ പ്രമുഖ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ വിമർശനമായിട്ട് ഇവന് കുറച്ച് തന്ത വൈബ് കൂടുതലാണ് എന്ന്. അങ്ങനെ ഒരു വാക്കുണ്ട്. ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവ് നിൽക്കുന്ന വ്യക്തിയാണ്. പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മിതത്വം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമർശിച്ചോളൂ. പക്ഷേ പുരുഷന്മാർ ജെനുവിൻലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കമ്മീഷൻ ഫോർ മെൻ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ പോലുള്ളൊരു കാര്യം ഉയർത്തിയെടുക്കേണ്ടത് നാളെ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ വരാൻ പോകുന്ന ആണുങ്ങളുടെ വലിയൊരു തലമുറയുടെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്കും കൂടി. ഇപ്പം സനാതന ധർമ്മത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയാണെങ്കിലും ഈ ഒരു വിഷയത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോകുന്ന വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഞാനൊരു സനാതനി ഹിന്ദു ആണെന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഉറച്ചു പറയുന്നത് ഞാനൊരു സനാതനി ഹിന്ദുവാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ തെറ്റില്ലേ? ജാതീയത അടക്കമുള്ള തെറ്റുമുണ്ട്. മഹാത്മാഗാന്ധി പറയുന്നത് ബീഹാറിൽ ഭൂകമ്പം വന്നത് നമ്മുടെ ജാതീയത കാരണമെന്നാണ്. ആലങ്കാരികമായി പറയുന്നതാണ്. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റ്സ്, ഇത് കാസ്റ്റിന്റെ കാര്യമൊന്നും അറിയില്ലല്ലോ, അത് ഒരു പഞ്ച് ലൈനിന് വേണ്ടി പറയുന്നതാണ്. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. അതിന് മഹാത്മാഗാന്ധി അന്നത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും വിമർശിക്കുന്നുണ്ട്. ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ പോലും വിമർശിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ആലങ്കാരികമായി നമ്മുടെ ജാതീയത അത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിയാണ് പറയുന്നത് ബീഹാറിലെ ഭൂകമ്പം ജാതീയത കാരണം വന്നത്. കേരളത്തിൽ വന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്ന കൃത്യം ലൈൻ, നിനക്കൊക്കെ വട്ടാണ്, നീ താമസിച്ച സ്ഥലം ഭ്രാന്താലയമാണെന്നാണ്. അതായത് കൃത്യം ലൈൻ, നിങ്ങൾ ഭ്രാന്താലയമാണെന്ന സാംസ്കാരിക വരിയൊന്നുമല്ല. ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ, യു മലബാറീസ് ആർ ലുനാറ്റിക്സ് ആൻഡ് ദ പ്ലേസ് യു സ്റ്റേ ഈസ് എ ലുനാറ്റിക് അസൈലം എന്നാണ് നമ്മുടെ ജാതീയത കാരണം പറഞ്ഞത്. ജാതീയതയുടെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ചരിത്രത്തിൽ നമ്മൾ എത്ര ക്ഷമ ചോദിച്ചാലും മതിയാകില്ല. അതുകൊണ്ട് മഹാത്മാഗാന്ധി അംബേദ്കറെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അംബേദ്കർ ദളിത് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തിയാണ്. അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല എന്നത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അതായത് അംബേദ്കർ ഈസ് നോട്ട് ബ്രേക്കിംഗ് അവർ ഹെഡ്സ് ഓഫ്. അത് തന്നെ വലിയ കാര്യമാണ്. അത്രമാത്രം തെറ്റുകൾ നമ്മൾ
നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളെ നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷേ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വിവേകാനന്ദനാണ്, മഹാത്മാഗാന്ധിയാണ്, ശ്രീനാരായണ ഗുരുദേവനാണ്, ചട്ടമ്പി സ്വാമിയാണ്, വിവേകാനന്ദനാണ്, അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയാണ്, ശുഭാനന്ദ ഗുരുദേവനാണ്, അയ്യാഗുരുവാണ്, യോഗയാണ്, സംസ്കൃതമാണ്, തമിഴാണ്, വേദാന്തമാണ്, ഗണിതശാസ്ത്രമാണ്, പൂജ്യമാണ്, ധ്യാനമാണ്. അങ്ങനെ വലിയ സംഭാവനകളില്ലേ? ഈ കടൽ പോലെ കിടക്കുന്ന സംഭാവനകളെ ഒന്നും കാണാതെ നമ്മുടെ ഇടയിലെ ജാതീയത മാത്രം നോക്കി എങ്ങനെ ശരിയാവും? അപ്പം അതല്ലേ, സനാതനധർമ്മത്തിന് ഒരുപാട് നന്മകളുണ്ട്, തെറ്റുകളുമുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ തുരുമ്പുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട സോഷ്യൽ ഹൈറാർക്കിക്കൽ കാസ്റ്റീസ്റ്റ് സിസ്റ്റങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതായത് കണ്ടാൽ മാറണം, ദൂരെ മാറി നിൽക്കണം, ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യമല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? പക്ഷേ ഈ തെറ്റുകളോടൊപ്പം ഒരുപാട് ശരികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരികളെ സപ്പോർട്ട് ചെയ്യുക, തെറ്റിനെ മാറ്റുക. ഈ തെറ്റിനെ അതിജീവിച്ചവരാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ശിവാനന്ദ ഗുരുദേവനും ഒക്കെ. രസകരമായ പെട്ടെന്നൊരു സംഭവം കൂടെ, ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ ഈഴവ സമൂഹത്തിലെ ഒരു അമ്പലത്തിൽ പിന്നോക്കക്കാരെ കയറ്റുന്നില്ല. അതായത് ഈഴവ സമൂഹത്തിന്റെ അമ്പലത്തിൽ മറ്റേ ദളിത്, പിന്നോക്ക, ഹരിജൻ, ആദിവാസി വിഭാഗങ്ങളെ കയറ്റുന്നില്ല. അപ്പം ഗുരുദേവൻ ചെന്ന് അവരോട് പറയുകയാണ്, സാക്ഷാൽ ഗുരുദേവൻ ചെന്ന് പറയുകയാണ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നമ്മളെല്ലാം കൂടി ഇത്രയും കാലം പോരാടി ഇതിനെല്ലാം അതിജീവിക്കാനല്ലേ? അപ്പൊ ഈഴവ പ്രമാണിമാർക്ക് ഗുരുദേവൻ ഒന്നും തിരിച്ചു പറയാനും പറ്റത്തില്ല. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനോട് അവർ പറയുന്നുണ്ട്, ഗുരുദേവ, ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് അവരെ കയറ്റാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രസകരമായ സംഭവമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അപ്പം വിഷമം വന്ന് അദ്ദേഹം അവിടെ ധ്യാനിച്ചിരിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു എന്നുമാണ് പറയുന്നത്. അപ്പം മഴ പെയ്തു, അലങ്കാരികം കൂടി ആയിരിക്കാം, മഴ പെയ്ത് എല്ലാ സ്ഥലത്തും മഴ പെയ്തു. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ അവരോട് പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് കയറ്റാം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ മഴയെന്നും കൂടി അർത്ഥമുണ്ട്. അങ്ങനെ നമ്മുടെ ഇടയിലെ ഈ പ്രശ്നങ്ങൾ അതിജീവിച്ചവരാണ് ഇവരെല്ലാം. തെറ്റുകൾ ചരിത്രത്തിൽ ഒരുപാട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്ത് വന്നപ്പം അന്നത്തെ ഒരു പ്രമുഖ നമ്പൂതിരി വേണമെങ്കിൽ എന്നെ വന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞത്. ഗാന്ധിജി എന്ന ലോക ഗുരു വരുമ്പോൾ അങ്ങോട്ട് പോയി കാണാതെ, എന്നാൽ നേരെ തിരിച്ച് എൻ്റെ മുത്തശ്ശൻ്റെ അടക്കം വീട്ടിൽ ഗാന്ധിജി നേരിട്ട് എത്തിയിട്ടുണ്ട്. അതിനെ എപ്പിക് ഓഫ് ട്രാവൻകൂറിൽ മഹാദേവ ദേശായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മുത്തശ്ശനൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ് എന്നാണ്. അപ്പം അന്നത്തെ കുറച്ച് അൾട്രാ കൺസർവേറ്റീവ്, ഞാൻ കൺസർവേറ്റീവ് ആണ് പക്ഷേ തീവ്ര കൺസർവേറ്റീവ് അല്ല, അന്നത്തെ അൾട്രാ കൺസർവേറ്റീവ് ആൾക്കാർ ചോദിച്ചു എന്ന്, ഈ ഗാന്ധി ബ്രാഹ്മണനാണോ, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കയറ്റാൻ പറ്റുമെന്ന്. അപ്പം മുത്തശ്ശനടക്കമുള്ള അന്നത്തെ യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു, പുള്ളി ബ്രാഹ്മണനല്ല, ഈശ്വരനാണ്, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് അദ്ദേഹം എല്ലാ വ്യത്യസ്ത വിഭാഗം ഹരിജനങ്ങളെയും എല്ലാവരെയും വെച്ചാണ് കയറുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ബ്രാഹ്മണനോ ബ്രഹ്മജ്ഞാനിയോ അല്ല, സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരമാണ്. നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇത് ഓണസ്റ്റ്ലി നമ്മൾ സമ്മതിക്കണം. അതിന് നമുക്കൊരു ഗിൽറ്റ് വേണം, അതായത് നമുക്ക് ശരിക്കും ഒരു കുറ്റബോധം വേണം. ചരിത്രത്തിൽ ഇത്രയും രൂക്ഷമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു വേണം. അതോടൊപ്പം നമുക്കൊരു അഭിമാന ബോധവും വേണം. പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ പോസിറ്റിവിറ്റിയെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും നെഗറ്റിവിറ്റിയെ മാറ്റാനും കഴിയണം. ഈ ബാലൻസ്ഡ് അപ്രോച്ച്, സെൻട്രിസ്റ്റ് അപ്രോച്ച് നമുക്ക് എടുക്കാൻ കഴിയണം. ഇതേ അപ്രോച്ചാണ് ഗുരുദേവൻ, വിവേകാനന്ദൻ, ഗാന്ധിജി എല്ലാം നമ്മുടെ കാര്യത്തിൽ എടുത്തത്. എല്ലാ പോസിറ്റീവുകളെയും ഹൈലൈറ്റ് ചെയ്തു, എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റാനും പറ്റി. ഈ പോസിറ്റീവ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ പുരുഷന്മാർ അമ്പലത്തിൽ വസ്ത്രം ധരിച്ച് കയറണം എന്നുള്ള രീതിയിലാണല്ലോ, അപ്പൊ അതിന് ഓരോ അമ്പലത്തിലും ഓരോ രീതിയാണ്, അതാണ് സത്യം. ഇപ്പൊ ശബരിമലയിൽ ഷർട്ട് ധരിച്ച് കയറുന്നതിന് പ്രശ്നമില്ല, ഗുരുവായൂരിൽ എന്നാൽ ഷർട്ട് ധരിച്ച് കയറാൻ പാടില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഫ്രണ്ടിൽ കൂടെ ഒരു മുണ്ടിടണം. എല്ലാത്തിനെയും ഹോമോജനൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അവിടെയാണ് സുകുമാരൻ നായർ സാർ പറയുന്ന പോലെ നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ ഏറ്റവും ആദരണീയനാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കാറ് പോലും ഇല്ല. കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ സാദിഖ് അലി തങ്ങൾക്കൊപ്പം, ക്ലിമിസ് ബാവയ്ക്കൊപ്പം ശിവഗിരിയിലായിരുന്നു ഓണം ചെലവഴിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അവരുടെ ഒരു ഇന്റർവ്യൂ ഞാനാണ് എടുത്തത് ഇതേപോലെ. പക്ഷേ സത്യാനന്ദ സ്വാമികളുടെ ഏറ്റവും ഇഷ്ടവും ആദരവാണ്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ പറഞ്ഞതുപോലെ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ അമ്പലത്തിലും ഓരോ രീതിയാണ് എന്നുള്ളതാണ് സത്യം. അപ്പം കറപ്പുടുത്താണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത്, വേറെ സ്ഥലത്ത് നമ്മൾ കറപ്പല്ല ഉടുക്കുന്നത്, ഷർട്ട് ഇട്ട് ഇവിടെ പോകാൻ പാടില്ല. ഇതിനെ എല്ലാം കൂടി ഒരു അച്ചിലേക്ക് കൊണ്ടുവരാൻ പ്രായോഗിക തലത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. പക്ഷേ അതാണ് ഓരോ സ്ഥലത്തും എന്തുകൊണ്ട് ഓരോ രീതിയാകുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ. അത് അടിസ്ഥാന അമ്പലങ്ങൾക്ക് യുണീക്കാണ്, ഓരോ അമ്പലങ്ങളും യുണീക്കാണ്. അവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾ യുണീക്കാണ്. ശബരിമലയിലെ അയ്യപ്പനല്ല തൈക്കാട് ഇരിക്കുന്ന അയ്യപ്പൻ. കാര്യം ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതിനെ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറയും. എന്നാൽ തൈക്കാട് അയ്യപ്പൻ അങ്ങനെയല്ല, ധർമ്മശാസ്താവായ അയ്യപ്പനാണ്. ചില സ്ഥലത്ത് പൂർണ്ണയും പുഷ്കലയും ഉള്ള അയ്യപ്പനുണ്ട്, അതായത് അയ്യപ്പനല്ല ധർമ്മശാസ്താവുണ്ട്, ക്ഷമിക്കണം, പൂർണ്ണയും പുഷ്കലയും ഉള്ള ധർമ്മശാസ്താവിന് 2 ഭാര്യമാരാണ്. എന്നാൽ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അത് ഓരോ അമ്പലങ്ങൾക്കും ഈ യുണീക്കായ ഒരു
പശ്ചാത്തലമുണ്ട്. അതാണ് അതിന് വളരെ കോംപ്ലക്സ് ആയ ഒരു കാര്യമാണ്. ഇതിനെ എല്ലാം കൂടി ഒരു ഏകശിലാത്മകമായി അടിച്ചേൽപ്പിക്കാൻ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആറ്റുകാല് സ്ത്രീകൾ പൊങ്കാല ഇടുന്നു. എന്താ പുരുഷന്മാർ പൊങ്കാല ഇടാത്തതെന്ന് ചോദിച്ചാലോ, ചക്രവത്തുകാവ് നാരീപൂജയുണ്ട്, അവിടെ ഇപ്പോൾ എനിക്ക് പോയി നാരീപൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റാണ്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. പക്ഷേ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. ഞാൻ തന്നെ യോഗക്ഷേമസഭയുടെ പ്രസിഡന്റ് കാളിദാസ ഭട്ടതിരിയോടൊക്കെ സംസാരിച്ചിരുന്നു. സച്ചിദാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവന്റെ റെപ്രസെന്റേറ്റീവാണ്. ലോകഗുരു പറഞ്ഞ അർത്ഥത്തിൽ നമ്മളതിനെ ചർച്ച ചെയ്യണം. പക്ഷേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കും കൂടി വേണം. ഇപ്പം ശബരിമലയുടെ വിഷയം പറഞ്ഞത് ചോദിക്കുകയാണ്. ശബരിമലയെ സംബന്ധിച്ച് പല രീതിയിലുള്ള കഥകളാണ് വരുന്നത്. ആക്ച്വലി ശബരിമലയുടെ ഒരു യഥാർത്ഥ ഏറ്റവും ക്രിസ്പായിട്ട് പറയാം, ശബരിമല ആയിരക്കണക്കിന് വർഷം പഴയ ഒരു ക്ഷേത്രമാണ്. അവിടെ ശ്രീ ധർമ്മശാസ്താവായിരുന്നു ഒറിജിനൽ പ്രതിഷ്ഠ. ആ ധർമ്മശാസ്താവിന്റെ അവതാരമായി 1000 വർഷം അല്ലെങ്കിൽ 900 വർഷം, റൗണ്ട്ലി 1000 years ബാക്ക് മണികണ്ഠൻ എന്നൊരു വ്യക്തി ജനിച്ചു. ഈ മണികണ്ഠൻ എന്ന വ്യക്തി പന്തളത്ത് ജനിച്ചു. മണികണ്ഠൻ എന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് അയ്യനും അപ്പനും, അതായത് അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ശൈവരും വൈഷ്ണവരും തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. ഇതാണ് കമലഹാസന്റെ ദശാവതാര സിനിമയിലൊക്കെ ആദ്യം കാണിക്കുന്നത്. നെപ്പോളിയനും കമലഹാസനും തമ്മിലുള്ള ഫൈറ്റ്. ശൈവരും വൈഷ്ണവരും തമ്മിൽ ഇപ്പോൾ ഹിന്ദു മുസ്ലിം സ്പർദ്ധ എന്നൊക്കെ പറയുന്നത് പോലെ, നായർ ഈഴവ സ്പർദ്ധ എന്ന് പറയുന്നത് പോലെ നിലനിന്നിരുന്നു. അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ച വ്യക്തിയാണ് മണികണ്ഠൻ. അതാണ് പുള്ളിയെ അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്. ഈ അയ്യപ്പന് നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. പുള്ളിയുടെ പാതയാണ് പിന്നീട് പിന്തുടർന്നത്. അയ്യപ്പൻ അന്നത്തെ എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചു. അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിം സമൂഹത്തിൽ പറഞ്ഞ വാവർ അല്ലെങ്കിൽ ബാബർ ആണ്. വാവരുടെ അമ്മയുടെ പേര് പാത്തുമ്മ, അച്ഛൻ്റെ പേര് അലി. പാത്തുമ്മയുടെ മോനെ വാവരെ എന്നാണ് പറയുന്നത്. കൗതുകം തോന്നും, അയ്യപ്പൻ അന്ന് എഡ്യൂക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്തത്, അയ്യപ്പനെ കളരി ചേർക്കുന്നത് ആലപ്പുഴ ആർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ പള്ളിയച്ഛനാണ്. പുള്ളിയുടെ പേര് വെളുത്ത അല്ലെങ്കിൽ വെളുത്തച്ഛൻ എന്നാണ്. അയ്യപ്പനെക്കാട്ടി പ്രായമുള്ള ഈ വ്യക്തിയാണ് പന്തളംകാരനായ അയ്യപ്പൻ. അന്ന് ഈ ദേശങ്ങൾ തമ്മിൽ ക്ലാഷ് ഉണ്ടായിരുന്നല്ലോ. അതായത് നീ പന്തളത്തുകാരനാണ്, ഞാൻ ആലപ്പുഴക്കാരനാണ്. അല്ലെങ്കിൽ അന്നത്തെ മുഹമ്മേനെ ചീരപ്പഞ്ചിര കളരിയിൽ കൊണ്ടുവരുന്നത് ഈ വെളുത്തയാണ്. അയ്യപ്പനെ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ഈഴവ പെൺകുട്ടിയാണ് മാളികപ്പുറത്തമ്മ, അല്ലെങ്കിൽ ലീല അല്ലെങ്കിൽ ലളിത എന്ന് പറയുന്ന മാളികപ്പുറത്തമ്മ. അയ്യപ്പന് 3 പട്ടാളങ്ങളാണ്. ഒന്ന് അമ്പലപ്പുഴ ആലങ്ങാട് നായർ പട്ടാളങ്ങൾ, 2 വാവരുടെ മുസ്ലിം പട്ടാളം, 3 മലയരയന്മാരെന്ന് പറയുന്ന ഇന്നത്തെ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിലുള്ള ആദിവാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന മലയരയ പട്ടാളം. ഈ 3 പേരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഉദയനൻ എന്ന് പറയുന്ന ഒരു കാട്ടുകള്ളനോ മറവപ്പടയുടെ തലവനോ എതിരെ അയ്യപ്പൻ വിജയിക്കുന്നതാണ് മിസ്റ്റർ മണികണ്ഠന്റെ ചരിത്രം. എനിക്ക് ദൈവമാണ് അയ്യപ്പൻ, പക്ഷേ ചരിത്രത്തിലെ മിസ്റ്റർ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ അയ്യനെയും അപ്പനെയും വിഷ്ണുവിനെയും ശിവനെയും ഒന്നിപ്പിച്ചതാണ്. ഇതിനെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞു. അതാണ് ശൈവരും വൈഷ്ണവരും. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2 പേരെ ഒന്നിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പണ്ടത്തെ അമർചിത്രകഥയിലെ കഥകളാണ്. അയ്യനെ അപ്പനെ ഒന്നിപ്പിച്ചു. ഇത് ചരിത്രത്തിലുണ്ട്. രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കേണ്ട. ഇതിനെക്കുറിച്ച് 3-4 പണ്ഡിതോചിതമായ ഗവൺമെന്റ് പ്രസിദ്ധീകരണങ്ങൾ തന്നെയുണ്ട്. വാർഡ് ആൻഡ് കോണർ റിപ്പോർട്ട് 1812, മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്, വോളിയം 2, പേജ് നമ്പർ 136. ശബരിമലയെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശങ്ങളുണ്ട്. അന്നും ഇവിടെ യുവതികൾ കയറിയിരുന്നില്ല എന്ന് ബ്രിട്ടീഷുകാരുടെ രേഖയിലുണ്ട്. 200 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുടെ രേഖയിൽ, വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. കേരള ഗവൺമെന്റ് പുനഃപ്രസിദ്ധീകരിക്കുന്നതാണ്. രാമവർമ്മ രാജയുടെ പുസ്തകമുണ്ട്, ഡോക്ടർ SK നായരുടെ പുസ്തകമുണ്ട്. അതായത് ഇതൊന്നും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതല്ല. അല്ലെങ്കിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പും നൂറ്റാണ്ടുകൾക്ക് മുമ്പും എഴുതി വെച്ച കാര്യങ്ങൾ അടക്കമുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന തീവ്ര വലതുപക്ഷക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് മുസ്ലിം വിരോധമാണ്, ഇസ്ലാമോഫോബിയാണ്, വാവരല്ല വാപുരനാണെന്നൊക്കെ പറയും. പച്ചക്കള്ളം പറയുവാണ്. അതായത് അയ്യപ്പന് നിരക്കാത്ത കള്ളം പറയുവാണ്. അയ്യപ്പന് വേണ്ടി ജീവിതവും പട്ടാളവും യുവത്വവും കാശും ആർമിയും എല്ലാം ഹോമിച്ച ഒരു വാവരെ തള്ളിപ്പറയുന്നത് അയ്യപ്പനെ തള്ളിപ്പറയുന്ന പോലെയാണ്. അങ്ങനെ ഒരുപാട് പേര് തത്വദീക്ഷയില്ലാതെ കള്ളം പറയുന്നവരുണ്ട്. നേരെ മറിച്ച് മറുഭാഗത്ത് ഇത് സ്ത്രീകളോടുള്ള വിവേചനമാണെന്ന് പറയുന്ന ഈ ലെഫ്റ്റ് ഫെമിനിസ്റ്റുകളുമുണ്ട്. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ലൈൻ പിടിക്കണം. ഫെമിനിസവും നല്ലതാണ്, കുറച്ചൊരു മെയിൽ സാധനവും നല്ലതാണ്. പക്ഷേ ഈ തീവ്ര മെയിൽ ഷോവനിസ്റ്റിക് വാദം അത് അപകടകരമാണ്. നേരെ മറിച്ച് ഈ തീവ്ര ഫെമിനിസവും അതേപോലെ അപകടകരമാണ്. ഇതിൻ്റെ ഇടയിലുള്ളൊരു മധ്യപാത നമുക്ക് എത്തണം. ഒരു സ്ത്രീ എന്ന രീതിയിൽ കൂടെ പറയാനുള്ളത്, ശബരിമലയുടെ പേര് പോലും ഒരു സ്ത്രീ എന്നാണ്. ശബരി എന്ന് പറയുന്ന ആദിവാസിയായ ശ്രീരാമനെ കാണുന്ന ശബരിയുടെ പേരിലാണ് ശബരിമല പോലും ഉള്ളത്. അപ്പോൾ സ്ത്രീ വിവേചനമല്ല. എന്തുകൊണ്ടല്ല എന്ന് പറയുന്നത് കാരണം ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എല്ലാ വർഷവും കയറുന്നത്. ശബരിമലയിൽ ഒരു സ്ത്രീയല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എല്ലാ വർഷവും കയറുന്നത്. അതാണ്. പക്ഷേ 50 വയസ്സിന് മേളിലും 10 വയസ്സിന് താഴെയും. ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്.
ആളാണ്. മുത്തശ്ശിയെ ശബരിമലയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത്, എൻ്റെ അമ്മ മല്ലികാനമ്പൂതിരിയെ ശബരിമലയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത്, പിന്നീടാണ് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്ത്രീകളാണ് ആ പോരാട്ടത്തിന് വലിയൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്തത്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളൊക്കെ ഒന്ന് മാറ്റണം. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുണ്ട്. ഒരുമിച്ച് നിന്ന് നമ്മുടെ സംസ്കാരത്തെ നമുക്ക് സംരക്ഷിക്കാം. അതോടൊപ്പം തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടിയാൽ അത് മാറ്റുകയും ചെയ്യാം. ആ ഒരു അപ്രോച്ച് വേണം. സമീപനം കുറച്ചുകൂടെ സന്തുലിതമാകണം എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞില്ലേ സ്ത്രീകൾ പണ്ട് കയറിയിട്ടില്ല, അത് ഓൾറെഡി യുവതികൾ. അതെ. പക്ഷേ പണ്ട് സ്ത്രീകൾ ശബരിമലയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു വാദവും കൂടിയുണ്ട്. അപ്പൊ ആ വാദത്തോട് പണ്ടല്ല, സ്ത്രീകൾ എല്ലാ കാലത്തും കയറിയിട്ടുണ്ട്. യുവതികൾക്ക് മാത്രമാണ് പ്രശ്നം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ്, 50 വയസ്സിന് മേലുള്ള സ്ത്രീയാണ്. പണ്ട് 12 മുതൽ 55 വരെയായിരുന്നു. പിന്നീട് ഹൈക്കോടതി 1991 10 to 50 ആയിട്ട് അത് നിജപ്പെടുത്തുന്നത്. പണ്ട് 12 to 55 ആയിരുന്നു. പണ്ടും യുവതികൾ കയറിയിരുന്നില്ല, ഇന്നും യുവതികൾ കയറുന്നില്ല. യുവതികൾ കയറാത്തതിന്റെ കാരണം അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ, ധർമ്മശാസ്താവിലേക്ക് അയ്യപ്പൻ വിലയം ചെയ്യുമ്പോൾ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു വ്രതമെടുക്കും. ആ വ്രതത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട സ്ത്രീകളുടെ സാമീപ്യത്തിൽ നിന്ന് മാറി സെക്ഷുവൽ എനർജി കൺസർവ് ചെയ്യും എന്നൊരു ചിന്തയാണ്. അത് ഒരു താന്ത്രിക് പ്രാക്ടീസാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് 7 ചക്രങ്ങളുണ്ട്. വളരെ കോംപ്ലക്സ് ആണ്, എന്നാലും പെട്ടെന്ന് പറയാം. 7 ചക്രങ്ങളുണ്ട്, മൂലാധാരം മുതൽ സഹസ്രാരം വരെ. ഈ ചക്രങ്ങളിലൂടെ എനർജി റേസ് ചെയ്ത് മേളിലേക്ക് പോകുമെന്നുള്ളതാണ് അതിൻ്റെ തിയറി. ഇനി ഈ തിയറി അംഗീകരിക്കണമെന്ന് ആരും പറയുന്നില്ല. ഇത് അംഗീകരിക്കുന്നവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇത് നിങ്ങൾ കേട്ടിട്ട് വിശ്വസിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. ഇത് വിശ്വസിക്കുന്നവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. അത് ആർട്ടിക്കിൾ 25-26 പ്രൊട്ടക്റ്റഡുമാണ്. കാര്യം ഈ റൈറ്റ് ടു റൺ എ പ്ലേസ് ഉണ്ട്. ഇത് വളരെ കോംപ്ലക്സ് ആണ്. ഇതിനെ സ്ത്രീപക്ഷം അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറഞ്ഞ് മാത്രം കാണാതെ സങ്കീർണമായി പ്രശ്നങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ കാണണമെന്നുള്ളതാണ് ഫെമിനിസ്റ്റുകളോടുള്ള, ഞാൻ എന്നും ഫെമിനിസ്റ്റിന്റെ വിരുദ്ധം നിൽക്കുന്ന വ്യക്തിയാണ്, ഫെമിനിസ്റ്റുകളോടുള്ള, ലിബറലുകളോടുള്ള ഒരു റൈറ്റ് കൺസർവേറ്റീവിന്റെ അഭ്യർത്ഥന. ഇപ്പം പല വിഷയങ്ങളും ഇപ്പോൾ രാമകൃഷ്ണൻ സംസാരിച്ചപ്പോൾ അവിടെയൊക്കെ കോടതി പറഞ്ഞ, അല്ലെങ്കിൽ കോടതിയുടെ വാക്ക് കോടതി തന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പല കൂടി ആവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമല വിഷയത്തിലും സുപ്രീം കോടതിയാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് കയറാമെന്ന്. അപ്പോൾ അത് കോടതി തീർത്തും സപ്പോർട്ട് ചെയ്യാതെ എതിര് നിൽക്കുന്ന രീതിയിലായിരുന്നല്ലോ. അപ്പോൾ അതെന്താണ്? ഞാൻ ജീവിതത്തിൽ ആ ഒരൊറ്റ കോടതി വിധിയെ ലംഘിച്ചിട്ടുള്ളൂ. അതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, സുപ്രീം കോടതിയുടെ 4-1 വിധി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, സുപ്രീം കോടതിയുടെ 4-1 വിധി വന്നപ്പം എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞങ്ങൾക്കെതിരായിരുന്നു. കാര്യം സുപ്രീം കോടതി വിധിയെക്കുറിച്ച് എതിര് പറയാൻ പല ആൾക്കാർക്കും മടിയാണ്. ഞാനടക്കമുള്ള കൈവിരലിൽ എണ്ണാൻ കഴിയുന്നവരാണ് പോരാട്ടത്തിന് ഇറങ്ങിയത്. എന്നെയൊക്കെ ഒരുപാട് ട്രോൾ ചെയ്ത് കളിയാക്കിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് പറയാതെ പറഞ്ഞാൽ കുറച്ച് ഇടതുപക്ഷം നിൽക്കുന്ന ചാനലുകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ TV-യിൽ പറഞ്ഞില്ലേ എൻ്റെ നെഞ്ച് ചവിട്ടിയെ കയറൂ എന്നുള്ളത്, അത് ഞങ്ങളുടെ ചാനലിൽ വന്ന് പറയണേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നേ? അല്ല, പിന്നീട് ആൾക്കാരവിടെ യുവതികൾ കയറുമ്പോൾ നിന്നെ ട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കാമല്ലോ, അല്ലെങ്കിൽ മറ്റവരുടെ കോപ്പിറൈറ്റ് ഉള്ള വീഡിയോ ആയി പോകും. അപ്പോൾ അങ്ങനെ വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം ഞങ്ങൾ ജയിച്ചതിൻ്റെ കാര്യം എന്താ അറിയോ? ഞങ്ങൾ പറഞ്ഞാണ് സത്യം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ വിധി വന്നിട്ട് അതിനെ വിശ്വാസികൾ അതിജീവിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതായത് സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു വിധി വന്നാൽ ഗവൺമെന്റിന് പോലും അതിജീവിക്കാൻ പറ്റില്ല. അവസാനം ഗവൺമെന്റ് അതിജീവിച്ചത് 2 അംഗ ബെഞ്ചിന്റെ SC/ST അട്രോസിറ്റീസ് ആക്ടിന്റെ വിധി ഗവൺമെന്റ് പുതിയ ഓർഡിനൻസ് ഇറക്കി മാറ്റിയുണ്ടായി. സുപ്രീം കോടതിയുടെ 5 അംഗ വിധി വന്ന് ഞങ്ങൾ വിശ്വാസികൾക്ക് വിജയിക്കുകയും അവസാനം സുപ്രീം കോടതിയോട് തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് സുപ്രീം കോടതി ആ വിധി ഇൻ ഇഫക്റ്റ് ടേക്ക് ബാക്ക് ചെയ്തു. അതായത് സുപ്രീം കോടതി ആ വിധി നടത്തണമെന്നല്ല, ഇൻ ഇഫക്റ്റ് പിൻവലിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ്? ഞങ്ങൾ പറഞ്ഞതാണ് സത്യം എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായതുകൊണ്ടാണ്. ആദ്യം എല്ലാവരും എതിർത്തു, പിന്നീട് ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സപ്പോർട്ട് ചെയ്തു, ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി സപ്പോർട്ട് ചെയ്തു, ശശി തരൂർ സാർ, ഞാൻ ശശി തരൂർ സാറിനെ അതിരൂക്ഷമായി വിമർശിച്ചൊരു ലെറ്റർ എഴുതി. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി ഇന്നിന് ശേഷം കണ്ടാൽ ചിരിക്കു പോലും ഇല്ല. പുള്ളി വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു, ശരിയാണ് ഇങ്ങനൊരു സെന്റിമെന്റ്സ് ഉണ്ട്, ഞാനൊന്ന് നോക്കട്ടെ, അത്രയും മതി, നമുക്കതല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. പുള്ളിയെ പോലൊരു ലോക പൗരൻ അദ്ദേഹത്തിന്റെ നിലപാട് കുറച്ചുകൂടെ വിശ്വാസികൾക്ക് അനുകൂലമായി മാറ്റി. അല്ലെങ്കിൽ RSSന്റെ തലവൻ മോഹൻ ഭഗവത്ജി അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് അനുകൂലമായി പറഞ്ഞു. അങ്ങനെ രാജ്യത്തെ മുഴുവൻ മാറ്റാൻ നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ ഭക്തർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്തർ പറയുന്നത് സത്യമായതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ആലോചിച്ച് നോക്കുക, മറുഭാഗത്ത് 4-1 കോടതി വിധി, ശ്രീ പിണറായി വിജയന്റെ ശക്തമായ നിലപാട്, 10,000 പോലീസുകാർ, എല്ലാം എതിർത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ, ഞങ്ങൾ 1.25 ലക്ഷം പേരെ വെച്ച് എറണാകുളത്ത് പരിപാടിയിട്ട് ഒരു മീഡിയ പോലും വാർത്ത കൊടുത്തില്ല. എനിക്ക് ഇന്നും വിഷമം തോന്നാറുണ്ട്. ഞാനപ്പോൾ 10-20 വർഷമായിട്ട് മീഡിയയിൽ
ജീവിതത്തിലുള്ള ഒരാളാണ്. ഞാൻ പലരെയും വിളിച്ചു പറഞ്ഞു, 1.25 ലക്ഷം ആൾക്കാർ എറണാകുളത്ത് പരിപാടി നടത്തുക, നിങ്ങളൊന്ന് വന്ന് കവർ ചെയ്യണം. ഇല്ല, സുപ്രീം കോടതി വിധി ഇതല്ലേ, നമ്മൾ അതിനൊരു സാധനം കവർ ചെയ്യില്ല. അവസാനം ഈ നാടിൻ്റെ പോരാട്ടത്തിലൂടെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് സ്ത്രീ വിവേചനമാണ്? ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്ന ഒരു സ്ഥലത്ത് എന്തോന്ന് സ്ത്രീ വിവേചനമാണ്? ജർമ്മനിയിൽ നിന്നൊക്കെ സ്ത്രീകൾ വരുന്നുണ്ട്. ജർമ്മൻ സ്ത്രീകൾ വരുന്ന സ്ഥലമാണ് ശബരിമല. അല്ലെങ്കിൽ യൂറോപ്യൻ സ്ത്രീകൾ പോലും അവർ സ്ഥിരം പേപ്പറുകൾ കവർ ചെയ്യാറുണ്ട്. അവിടെ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. അത് ശരിയാണെന്നും തെറ്റാണെന്നും പറയാം. ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്നു, ഓറാന്ന് തെറ്റാണെന്നും പറയാം. പക്ഷേ അത് ഭയങ്കര സ്ത്രീ വിവേചനമാണെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണ്? ശരിക്കും അതിൻ്റെ പിന്നിലുള്ള അജണ്ട, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി. അതിൻ്റെ പിന്നിലുള്ള അജണ്ട യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ളൊരു കളമൊരുക്കലായിരുന്നു. അതായത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനായിട്ട് ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി വലിയ എന്തോ കാര്യം ചെയ്തു. അടുത്തത് മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനായി ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയാണ് എന്ന നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇത് രാജ്യസഭാ എം പി ആയ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ തുറന്നു പറഞ്ഞു. സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ ഭയങ്കര ഹിന്ദുത്വവാദിയാണ്, പക്ഷേ ശബരിമലയ്ക്കെതിരായിരുന്നു പുള്ളി. ഇതൊക്കെ പ്രാകൃത ആചാരങ്ങളാണെന്നൊക്കെ പറഞ്ഞു പുള്ളി. എന്നിട്ട് പറയുകയും ചെയ്തു, ശബരിമലയെ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളൊക്കെ കേട്ടോ, ഞങ്ങളുടെ മേളിലൊക്കെ പോലീസ് ആക്ഷൻ പോലുമല്ല, ആർമി ആക്ഷൻ ഉണ്ടായിട്ട് യുവതികളെ കയറ്റണമെന്നാണ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത സുബ്രഹ്മണ്യ സ്വാമി എന്ന കടുത്ത ഹിന്ദുത്വവാദി പറഞ്ഞത്. അവസാനം അദ്ദേഹത്തിനടക്കം നിലപാട് മാറ്റേണ്ടി വന്നത് ഇത് യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്താനുള്ള സ്ഥലമല്ല നമ്മുടെ അമ്പലവും പള്ളിയല്ല. യൂണിഫോം സിവിൽ കോഡ് ആത്യന്തികമായി ഈ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചത് RSSന്റെ സർസംഘചാലകായ ഗുരുജി ഗോൾവൽക്കറാണ്. അതൊക്കെ ഒരുപാട് സങ്കീർണമായ വിഷയമാണ്. അതായത് ഈ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്ന തെറ്റിദ്ധാരണ പല തീവ്ര ഹിന്ദുത്വവാദികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. അതിലൊക്കെ പിന്നിൽ ഒരുപാട് പൊളിറ്റിക്സും മറ്റുണ്ട്, മറ്റൊരു വിഷയം. പക്ഷേ ശബരിമലയെ യൂണിഫോം സിവിൽ കോഡ് വേണ്ടി ബലി കഴിക്കാനുള്ള നീക്കം സാക്ഷാൽ അയ്യപ്പനായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ ശക്തി കാരണമാണ് ഞങ്ങൾക്ക് അത് അതിജീവിക്കാൻ കഴിയും. ഇപ്പം വിശ്വാസം അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞല്ലോ, സെയിം ടൈം ഇതൊരു മിത്താണ് എന്ന് വിശ്വസിക്കുന്ന ഇത് മിത്തല്ല, ഇത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള സാധനമാണ്. അതായത് എരുമേലി ഒന്ന് പോകണം, പറ്റുമെങ്കിൽ കാണേണ്ട ഒരു കാര്യമാണ്. എരുമേലിയിൽ ഒരു വാവർ മെമ്മോറിയൽ സ്കൂളുണ്ട്. അയ്യപ്പൻ്റെ സുഹൃത്തായ വാവരെ മെമ്മോറിയൽ സ്കൂളുണ്ട്. നമ്മുടെ പ്രശ്നം, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ പ്രശ്നം, നമുക്കൊരു അയ്യപ്പൻ മെമ്മോറിയൽ സ്കൂൾ ഇല്ലാത്തതാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ, ദൈവം പോട്ടെ, അയ്യപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ മുത്തശ്ശന്മാരോടൊപ്പം ഈ നാട്ടിൽ ജീവിച്ച് പ്രവർത്തിച്ച് ആഹാരം കഴിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ നിൽക്കുന്ന പണ്ടത്തെ കഴക്കൂട്ടത്തെ സ്ഥലമാണ് ടെക്നോ പാർക്ക്, ഈ സ്ഥലത്തൂടെ കുതിരയിൽ ഓടിച്ചു പോയിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു. അതൊരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് റിയാലിറ്റിയാണ്. പുള്ളിയെ ദൈവികമാക്കിയതായിരിക്കും. അതായത് ഒരു മനുഷ്യൻ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ദൈവമാണെന്ന് പറയാനൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് മണികണ്ഠനെ അങ്ങനെ മിത്സ് മൈറ്റ് ഹാവ് ടേൺഡ് ഇൻടു എ ഗോഡ്, ലെജൻഡ്സ് ടേൺഡ് ഹിം ഇൻടു എ ഗോഡ് എന്ന് ആലങ്കാരികമായി പറയും. കഥകളിലൂടെ, വീരേതിഹാസങ്ങളിലൂടെ ഒരാൾ ദൈവമായി ആൾക്കാർ കൽപ്പിച്ച് കാണാം. പക്ഷേ അയ്യപ്പൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. ഒരുപാട് വർഷമൊന്നുമില്ല, 950 years ബാക്കാണ്, അല്ലെങ്കിൽ 1000 years ബാക്കാണ്. അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്ത് ഒരു മുസ്ലിമാണ്, മറ്റൊരു അടുത്ത സുഹൃത്ത് ക്രിസ്ത്യാനിയാണ്. ഈ നാട്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഈ അയ്യപ്പനെ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഈ അയ്യപ്പനെ നമുക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കളക്റ്റീവ് അംനീഷ്യ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മോഹൻലാൽ മറ്റേ തന്മാത്ര സിനിമയിലെ പോലെ നമുക്ക് മറവി രോഗം ബാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ മലയാളികളുടെയും ഹിന്ദുക്കളുടെയും വിശാലർത്ഥത്തിൽ ഇന്ത്യക്കാരുടെയും പ്രശ്നം. ആ മറവി രോഗത്തെ മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങളടക്കമുള്ളവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവമായി അയ്യപ്പനെ മാറ്റി എന്നാണ് പറഞ്ഞത്. ദൈവവുമാണ് മനുഷ്യനുമാണ്. ശ്രീരാമൻ ദൈവവുമാണ് മനുഷ്യനുമാണ്. ദൈവീകത നമുക്ക് കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ ഇതിൽ അയ്യപ്പൻ ശരിക്കും ടെക്നിക്കലി പറഞ്ഞാൽ ഇതൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദൈവം വേറെ, അവതാരം വേറെ, ഈശ്വരൻ വേറെ. സിമ്പിളായി പറഞ്ഞാൽ അയ്യപ്പൻ മനുഷ്യനായി പിറന്ന, അല്ലെങ്കിൽ സിമ്പിൾ പറഞ്ഞാൽ അയ്യപ്പൻ അവതാരമാണ്, ശ്രീരാമൻ അവതാരമാണ്, ശ്രീകൃഷ്ണൻ അവതാരമാണ്, വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് രാമനും കൃഷ്ണനും. അതേപോലെ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ, മണികണ്ഠൻ. അങ്ങനെ എടുത്താൽ അതായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ. ഞാനതുകൊണ്ട് തമാശയ്ക്ക് പോകുമ്പോൾ, ഞാൻ വലിയ ഭക്തനാണ്, വിശ്വാസിയാണ്, ഞാൻ തമാശയ്ക്ക് മിസ്റ്റർ മണികണ്ഠൻ എന്നൊക്കെ പറയും. മിസ്റ്റർ മണികണ്ഠൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ആ അയ്യപ്പനിലെ മനുഷ്യനെ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. അയ്യപ്പനിലെ മനുഷ്യനെയും ചരിത്ര പുരുഷനെയും നമ്മൾ മറന്നുപോയത് ഓർമ്മിപ്പിച്ചെടുക്കാനാണ് ഞാൻ ഈ മിസ്റ്റർ അയ്യപ്പൻ എന്നും മിസ്റ്റർ മണികണ്ഠൻ എന്ന് പറയുന്നത്. ദൈവമാണ്, അവതാരമാണ്, അതോടൊപ്പം മനുഷ്യനുമാണ്. അതാണ് സത്യം. ഓക്കെ, ഒരു ലാസ്റ്റ് രീതിയിലേക്കും കൂടി ഞാൻ പോവാണ്. ഇപ്പം സിനിമയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നടൻ ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം എന്നുള്ളൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നേരിട്ട ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഉണ്ണി മുകുന്ദൻ കുറച്ച് വലതുപക്ഷ ചായ്വുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്നവരും കുറച്ച് ഇസ്ലാമിക താല്പര്യമുള്ളവരെല്ലാം ഉണ്ണി മുകുന്ദനെ ആക്രമിക്കും. നേരെ മറിച്ച് വേറൊരാൾ, ആരെങ്കിലും ഒരാൾ, മമ്മൂട്ടിയുടെ പുഴു സിനിമ ഇറങ്ങി, അതൊരു കുറച്ച് ബ്രാഹ്മണ വിരോധമൊക്കെ പറയുന്നതാണ്. നേരെ മറിച്ച് മമ്മൂട്ടി അങ്ങോട്ട്
അറ്റാക്ക് ചെയ്യും. അങ്ങനെയൊന്നുമല്ല, ഇവർ കലാകാരന്മാരാണ്. തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട്, മാർക്കോ സിനിമ ഇറങ്ങിയത് വളരെ നന്നായി. മാർക്കോ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദനാണ് നായകൻ. നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ഹനീഫ് അടക്കമുള്ളവരാണ് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ല. രണ്ടുപേർക്കും ആക്രമിക്കാൻ പറ്റാതെ ഉണ്ണി മുകുന്ദനുള്ളതുകൊണ്ട് നമ്മുടെ RSS താല്പര്യമുള്ളവർ എന്നെ ആക്രമിക്കുന്നില്ല, മറ്റേ മുസ്ലിം സഹോദരങ്ങളുള്ളതുകൊണ്ട് ആ ഇസ്ലാമിക സമൂഹത്തിൽ ആക്രമിക്കുന്നില്ല. ഒരു സെൻസ് ഓഫ് ബാലൻസ് മതി. ആ സെൻസ് ഓഫ് ബാലൻസിൽ പോകണം. ഇടയ്ക്ക് പൃഥ്വിരാജ് ലക്ഷദ്വീപിനെ അനുകൂലിച്ച് സ്റ്റേറ്റ്മെന്റ് ഇട്ടെന്ന് പറഞ്ഞു പൃഥ്വിരാജിന് അതിഭീകരമായ ആക്രമണം. പൃഥ്വിരാജ് ഒരു വലിയ കലാകാരനാണ്, മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡറാണ്, ഒരർത്ഥത്തിൽ മലയാള സിനിമയുടെ കമലഹാസനാണ്. ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ നിലപാടിനോട് വിയോജിക്കാം, പക്ഷേ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അദ്ദേഹത്തിന് അച്ഛനെ പറയുക, സുകുമാരനെ പോലൊരു മഹാനടനെ പറയുക, ഈ വൃത്തികേടുകളിലേക്കും എക്സ്ട്രീമിലേക്കും നമ്മൾ പോരും. അതുകൊണ്ട് ഈ ഇതിന്റെ കാര്യത്തിൽ ഒരു വിഷമം മാത്രമേ എനിക്ക് മാളയപ്പുറത്തിൽ അഭിനയിച്ച ആ പെൺകുട്ടിക്ക് അവാർഡ് കിട്ടാത്ത എനിക്ക് വിഷമം തോന്നി. കാര്യം എനിക്ക് മാളയപ്പുറം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഉണ്ണി മുകുന്ദനെ കാട്ടി ഗംഭീരമായ പെർഫോമൻസ്, പെൺകുട്ടിയുടെ പേര് ഞാൻ വിട്ടു കേട്ടോ, അതിൽ മറ്റേ പെൺകുട്ടിയായിട്ട് അഭിനയിച്ച വ്യക്തിക്കാണ്. കേരള അവാർഡോ നാഷണൽ അവാർഡോ ഒന്നും ആ കുട്ടിക്ക് കിട്ടാത്തൊരു വിഷമമായി പോയി. അത് പിണറായി സർക്കാർ ഒന്ന് ചിന്തിക്കേണ്ടായിരുന്നു. വേറൊരു ഗംഭീരമായ പെർഫോമൻസ് നടത്തിയ കുട്ടി ഉണ്ടെന്ന് പറയും, രണ്ടുപേർക്കും കൂടെ ജോയിന്റ് ആയിട്ടൊരു അവാർഡ് കൊടുക്കായിരുന്നു. ദേവനന്ദ എന്തുവാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. നാഷണൽ അവാർഡിൽ വന്നപ്പോഴും ആ കുട്ടിക്ക് കിട്ടാത്തൊരു വിഷമമായി പോയി. കാര്യം ആ സിനിമയിലെ യഥാർത്ഥ ഹീറോ ദേവനന്ദ എന്ന കുട്ടിയാണ്, ഉണ്ണി മുകുന്ദൻ്റെ സുഹൃത്താണ്. ഈ മാളയപ്പുറത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് വിളക്ക് കൊളുത്താൻ ഒരാളായിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഉണ്ണി മുകുന്ദൻ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, സന്തോഷമുണ്ട്. ഉണ്ണി മുകുന്ദന് പോലും അറിയാം, ഉണ്ണി മുകുന്ദനെക്കാട്ട് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടത്, ഉണ്ണി മുകുന്ദൻ പോലും ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷേ ആ പെൺകുട്ടിയായിരിക്കും. അപ്പം അവിടെയൊക്കെ കേരള ഗവൺമെന്റ് മാളയപ്പുറം സിനിമയിലെ കുറച്ച് ഹിന്ദുസ് ഇതുള്ള സിനിമയാണ് എന്ന് പറഞ്ഞ് കൊടുക്കാത്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും കാണിക്കണം. നല്ല കലയെ നമ്മൾ എവിടെയും പ്രോത്സാഹിപ്പിക്കണം. ആ കുട്ടിക്ക് കൂടെ വെച്ച് 2 കുട്ടികൾക്ക് അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരു തെറ്റുമില്ലായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതിലൊന്നും നമ്മൾ രാഷ്ട്രീയം കാണരുതെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഓക്കെ, അപ്പം ഇത്രയും നേരം ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. താങ്കളുടെ ഒരുപാട് അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയതിലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. താങ്ക് യു.